നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുത്തൻ പുലരി ഇന്ന് നടത്തുന്നത് പൂരനഗരിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിലാണ്. നമുക്ക് പൂരവിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും പേവിഷമരണം. മരിച്ചത് തിരുവനന്തപുരം SITയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരി. ജീവൻ നിലനിർത്തിയിരുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. വാക്സിൻ എടുത്തിട്ടും 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങൾ. ജമ്മുകാശ്മീരിലെ അനന്തനാഗിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി സൈന്യം. അടിയന്തര സാഹചര്യം നേരിടാൻ മോക്ക് ഡ്രിൽ നടത്തി കരസേന. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് രാജ്നാഥ് സിംഗ്. പൂരാവേശത്തിൽ തൃശൂർ. രാവിലെ 11-ന് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ പൂരവിളംബരം. ചമയപ്രദർശനം ഇന്ന് അവസാനിക്കും. മാനത്ത് വർണ്ണവിസ്മയം വിതറി സാമ്പിൾ വെടിക്കെട്ട്. സമഗ്ര കവറേജുമായി ജനം TV. സംസ്ഥാന സർക്കാരിനെതിരെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന 45 ദിവസത്തെ സമരയാത്ര മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം സമാന്തരമായി തുടർന്ന് ആശമാർ. IPLൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 37 റൺസിന് തോൽപ്പിച്ച് പഞ്ചാബ് കിങ്സ് 2ാം സ്ഥാനത്ത്. 236 റൺസ് പിന്തുടർന്ന ലക്നൗ 199 ഒതുങ്ങി. ഇന്ന് ഹൈദരാബാദ് ഡൽഹി പോരാട്ടം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂര നഗരിയിൽ നിന്നാണ് ഇന്ന് പുത്തൻ പുലരി നടത്തുന്നത്. തെക്കേ ഗോപുര നടയ്ക്ക് സമീപമാണ് ഞങ്ങളുള്ളത്. എന്നോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി എൻ്റെ സഹപ്രവർത്തകൻ മിഥുൻ അയ്യപ്പൻ ഉണ്ട്. യെസ്, മിഥുൻ അയ്യപ്പന് പുറമേ മറ്റൊരു അതിഥി കൂടിയുണ്ട്. അതൊരു സസ്പെൻസിൽ വെച്ചിരിക്കുക മിഥുൻ. അപ്പൊ ഇന്നിപ്പോ 11 മണിക്കാണ് അല്ലെ തെക്കേ ഗോപുരവാതിൽ തള്ളി തുറന്ന് പൂരവിളംബരം നടത്തുന്നത്. പൂരത്തിന്റെ ആദ്യ പാണ്ടി മുഴങ്ങുന്നത് ഇന്നാണ്. മേളവുമായി ബന്ധപ്പെട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ആദ്യ പാണ്ടിമേളം മുഴങ്ങുന്നത് ഇന്നാണ്. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 8 മണിയോടുകൂടി തന്നെ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ചെമ്പട്ടടിഞ്ഞ നെയ്തലക്കാവ് ഭഗവതി തിടമ്പ് ഏറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാറാണ് ഇന്ന് നടത്തുന്നത്. ഈ പൂരവിളംബരം നടത്തുന്ന ഗജരാജൻ എന്ന് പറയുന്നത് എറണാകുളം ശിവകുമാറാണ്. എറണാകുളം ശിവകുമാർ നമുക്ക് പുറകിൽ കാണുന്ന ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള തെക്കേ ഗോപുര നടയുടെ വാതിലുകൾ തുറക്കുന്നതോടുകൂടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം കുറച്ച് വർഷങ്ങളായുള്ള ഒരു പ്രതിഭാസമാണ് അത്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന വലിയ ഒരു പേര് കേട്ടൊരു ആനയാണ് ഈ നട തള്ളി തുറക്കുന്ന പൂരം വിളംബരം ചടങ്ങിനെ കൂടുതൽ ജനകീയമാക്കിയത്. അതിനുശേഷമാണ് ഒരു പൂരത്തിനും കുടമാറ്റത്തിനും ഉണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ ഈ പൂര വിളംബരത്തിനും ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിൽ കൂടി തുടങ്ങിയത്. ആ ഗജരാജന്റെ ഒരു പ്രസൻസ് വന്നതോട് കൂടിയാണ്. ഇപ്പോൾ അതിനുശേഷമുള്ള എല്ലാ പൂര വിളംബരങ്ങൾക്കും ഇപ്പോൾ എറണാകുളം ശിവകുമാർ
സുമാർ ഏതാണ്ട് ഒരു 3-4 വർഷമായി തിടമ്പേറ്റുന്നു ഇതിലക്കാവ് ഭഗവതിയുടെ. അപ്പോൾ ഏതായാലും അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കകം നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ കഴിയാത്തത്ര തിരക്കിലേക്ക് ജനസാഗരം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രതിനിധി സോനു അവിടെ ഇതിലക്കാവ് ക്ഷേത്രത്തിലുണ്ട്. വൈകാതെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് നമുക്ക് അതിഥിയിലേക്ക് പോകാം. നമ്മുടെ ഈ പരിപാടിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ സമഗ്ര കവറേജിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് കാന്ത ഞാനും വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടൊപ്പം കേരളം മൊത്തം വരികയാണ്. മൊത്തം വരികയാണ്. എല്ലാവരും ജനൻ TV-യോടൊപ്പം അണിചേരുക, ഈ പൂരം ആസ്വദിക്കാൻ. ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ കവറേജ് ആരംഭിച്ചതാണ്. എന്തായാലും അതിഥിയിലേക്ക് പോകുന്നു. യുവഗായകൻ അനൂപ് ശങ്കർ. അനൂപ്, സ്വാഗതം ചെയ്യുന്നു. നടക്കൂ. അപ്പൊ പൂരാശംസകൾ. അനൂപിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനൂപ് നേരത്തെ ഇവിടെ വന്ന സമയത്ത് ഞാൻ അനൂപിനോട് പറഞ്ഞത്, അനൂപ് ഈസ് ഓൾവേസ് യങ്. അനൂപ് പണ്ട് കാണുമ്പോഴും അനൂപിനെ ഇപ്പൊ കാണുമ്പോഴും അനൂപ് ചെറുപ്പക്കാരനായിട്ട് തുടരുകയാണ്. അതുപോലെ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച, നമ്മളെപ്പോഴും നെഞ്ചിൽ ഏറ്റി നടക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ആലപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അനൂപിൻ്റെ ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അനൂപ്, എങ്ങനെയാ പൂരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയത്? അല്ലേടാ, പൂരത്തെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ഞുനാളുകളിൽ അച്ഛനമ്മമാരുടെ കൂടെ വന്ന് കണ്ട പൂരം ഓർമ്മകളാണ്. അന്നും തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ കാണുന്ന അത്ര വലിയ രീതിയിലുള്ള തിരക്ക് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളായി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള പൂരം വളരെ ജനകീയമായിരുന്നു. ബിക്കോസ് എന്ന് വെച്ചാൽ ആ ഒരു ഭീതിയിൽ നിന്ന് ജനങ്ങൾ പുറത്ത് വന്നതിന് ശേഷം പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പൂരം എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. അത് ഇറ്റ്സ് എൻ ഇമോഷൻ. ഒരു അനുഭവത്തെക്കാൾ ഉപരി തൃശ്ശൂർകാരൻ എന്ന നിലയിൽ ഒരു ഇമോഷനാണത്. അപ്പോൾ ഈ വർഷവും മഴയുടെ ലാഞ്ചന ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മഴയുടെ കാര്യം കൂടൽ മാണിക്യത്തപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ പോലെ അവിടെ താമരമാലയുണ്ട് ഭഗവാന്റെ വകയായിട്ട്. അതുകൊണ്ട് മഴ പെയ്യാതെ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് പൂരം നടക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഈ ചടങ്ങുകളെല്ലാം ആസ്വദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. യെസ്. കൊടിയേറ്റം തൊട്ടിങ്ങോട്ട്, കൊടിയേറ്റം തൊട്ട് വെടിക്കെട്ട് വരെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് മിഥുനെ ഐശ്വര്യനാഥന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിന്റെ ആ വടക്കുനാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രചൂട അതാണ്. പ്രേക്ഷകർ മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖം സ്ക്രീനിൽ കണ്ടത് മുതൽ അപ്പൊ തന്നെ മനസ്സിൽ ആ പാട്ടുകൾ, ആ ഈരടികളെല്ലാം തന്നെ പാടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ വടക്കുനാഥന്റെ മണ്ണിൽ, ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നമുക്ക് ആ പാട്ടിലൂടെ തന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ ചേട്ടാ? തീർച്ചയായിട്ടും. അതായത് ഭഗവാനാണ്, അതായത് പൂരം നടത്തുന്നത് വടക്കുന്നാഥനാന്നുള്ള വിശ്വാസമുണ്ട്. ആതിഥേയനാണ്. വടക്കുന്നാഥന്റെ ഉത്സവമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാരെത്തുന്ന ഈ വേദിയിൽ തെക്കേ ഗോപുര നടയിൽ നമുക്കറിയാം ശിവരാത്രിക്കും പൂരത്തിനും മാത്രമാണ് തെക്കേ ഗോപുര നട തുറക്കാറ്. അപ്പോൾ ഭഗവാന് വേണ്ടി, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നല്ലൊരു പൂരം ആശംസിച്ചുകൊണ്ട് ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿನಾಗಧರ ಹರ ಸುಂದರತರ ಪಿನಾಗ ಧರ ಹರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ നമോ നമോ. ഒരു ഫീലാണ് എന്നും കേൾക്കുന്ന പാട്ട്. ഇന്നത്തെ ദിവസം വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ നേരിട്ട് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നത് അയാൾ വളരെ, ഞാൻ കോരിത്തരിച്ചാണ് നിൽക്കുന്ന അക്ഷരാർത്ഥത്തിൽ.
ഞാൻ കഴിഞ്ഞ കുംഭമേളയിൽ പങ്കെടുത്ത ഫോട്ടോസ് എല്ലാം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു കുംഭമേളയിൽ ആ വെള്ളത്തിലിറങ്ങി സംഗമത്തിൽ ഇറങ്ങി നിന്ന് പാടിയതും ഇത് തന്നെയാണോ? അതായത് കുംഭമേളയിൽ നമ്മൾ ആക്ച്വലി അല്ലേട്ട അവിടെ യാത്ര ചെയ്ത് കുംഭമേളയിൽ ചെന്ന് അവിടെ ഷൂട്ട് ചെയ്തതും മഹാമൃത്യുഞ്ജയ സ്തോത്രമാണ്. അപ്പോൾ പക്ഷേ അത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം ടീസർ റിലീസ് ചെയ്ത് ചന്ദ്രചൂട വെച്ചിട്ട് തന്നെയായിരുന്നു. ബിക്കോസ് ആ പാട്ട് കുറേ പേര് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഈ കുംഭമേളയും പൂരവും തമ്മിലൊരു വലിയ സാമ്യം കണ്ടിട്ടുള്ളത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേള നമുക്കറിയാം ലോകത്ത് തന്നെ എല്ലാവർക്കും അതിശയമാകുന്ന ഒരു ഈവൻ്റ് ആണ്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ വന്നു പോകുന്ന ഒരു മേള. അപ്പോൾ അത് എനിക്ക് അർദ്ധകുംഭിന് പോകാൻ പറ്റിയിട്ടുണ്ട് 18-ൽ. ഇപ്പോൾ ഈ വർഷവും പോയിരുന്നു. ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ അവിടെ ഏറ്റവും തൃശ്ശൂർ പൂരത്തിലും വളരെ ഇമ്പോർട്ടൻറ്റ് ഈ 2 ഈവൻറ്റും നമ്മൾ ഏറ്റവും ഒരു സാദൃശ്യം തോന്നിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും മനോഹരമായി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ് ചെയ്യപ്പെടുന്ന 2 സ്ഥലങ്ങളാണ് തൃശ്ശൂർ പൂരവും കുംഭമേളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിലും ഇത്ര ആളുകൾ വന്നെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, അവരുടെ ഒരു അച്ചടക്കമുണ്ട്. അതുകൂടാതെ ഇത്രയും പേര് ഏകദേശം ഇനി വരുന്ന 2 ദിവസങ്ങളിൽ ഏകദേശം 5 മുതൽ 6 ലക്ഷം വരെ ആളുകൾ വന്നു പോകുന്നതാണ് കണക്ക് തൃശ്ശൂർ. അപ്പോൾ അവർ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ഈ ഒരു വലിയ ഉത്സവത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് വരെ പൂരത്തിൽ ഉന്തും തള്ളിലും വിട്ട് ഒരാൾ മരിച്ചു എന്ന് ഒരിക്കലും കേട്ടിട്ടില്ല. അത് ആ സെൽഫ് ഡിസിപ്ലിൻ ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം നോക്കി നടത്തുന്ന കയ്യിലല്ല. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അനൂപ് പൊതുവെ ഡിവോഷണൽ സോങ്സ് ആണ് താല്പര്യം. അതെ, തീർച്ചയായിട്ടും നമ്മുടെ അത് 2 കാര്യമുണ്ട്. ബേസിക്കലി ഒന്ന് നമ്മൾ വളർന്നു വന്ന ഒരു മ്യൂസിക്കൽ വേ, അപ്പോൾ അതൊരു കാര്യം. അത് മാത്രമല്ല നമ്മുടെ സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴചേർന്ന് കിടക്കുന്നത് ഭക്തിഗാനങ്ങളാണ്. ഡെഫിനറ്റ്ലി സിനിമാ പാട്ടുകൾ ഉണ്ടെങ്കിലും മറ്റ് നമ്മളിപ്പോൾ പാട്ടിലൂടെ വളരുമ്പോൾ മറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ബേസിക് നമ്മളിപ്പോൾ രാവിലെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മലയാളിക്ക് ഗംഗാതീർത്ഥവും പുഷ്പാഞ്ജലി ഇല്ലാതെ അവരുടെ ഒരു ശീലം അതങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വന്ന ഈ അവസരത്തിൽ ജയേട്ടനെ സ്മരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയി പാവം. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇൻസെപ്പറബിൾ ആണ്. അതുപോലെ വടക്കുന്നാഥനെ കുറിച്ച് പറയുമ്പോൾ വടക്കുന്നാഥ എന്ന പാട്ടില്ലാതെ ഒരു പൂരത്തിൻ്റെ ഓർമ്മയും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളത് വളരെ വലിയൊരു പരമാർത്ഥമാണ്. അപ്പോൾ ഭക്തിഗാനങ്ങൾ തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിൽക്കുമ്പോൾ, അതായത് ആ പാട്ടിൽ PC അരവിന്ദൻ മാഷ് എഴുതിയതുപോലെ എല്ലാം PC അരവിന്ദൻ എന്ന വലിയ മലയാളത്തിന്റെ ഭക്തമഹാകവികളിൽ ഒരാളാണ്. അത് അരവിന്ദൻ സാറ് മാഷ് എഴുതിയ പോലെ T. രാധാകൃഷ്ണൻ ചെയ്ത സംഗീതമാണ്. അപ്പോൾ ദാസേട്ടൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് വടക്കുന്നാഥനെ ഇതിനെക്കുറിച്ച് ഇതിനേക്കാളും വലിയൊരു പാട്ട് ഇനി വരാനില്ല. അതുപോലെ തന്നെ അതിൻ്റെ വരികൾ പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. അഭംഗൂരം പൊഴിയും നിൻ പ്രഭയാൽ തൃശിവപൂരി അഭമമാകും തെക്കൻ കൈലമായി എങ്ങും ശുഭമെങ്ങും വിളങ്ങിടും ശൈലമായി. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ. ഇല്ലാതാവുക അല്ലേ? സർവം നടത്തും, സർവം അദ്ദേഹം തന്നെ നടത്തും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളന്ന് നിന്നു കൊടുത്താൽ മതി. അടുത്ത ഈ 2-3 ദിവസങ്ങളിലെ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ലോകത്തിന്റെ കേന്ദ്രം വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഇന്നിപ്പോൾ ഈ നട തള്ളി തുറക്കുന്നതോടുകൂടി ഈ ലോകത്തിന്റെ കേന്ദ്രം അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് എല്ലാം നിയന്ത്രിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. ഈ തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ വടക്കുന്നാഥനെ കാണാതെ ഒരിക്കലും മടങ്ങി പോവാറില്ല. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സവിധത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ അല്ലേ, അത് ലൈഫ് ലോങ് നിൽക്കും എന്നുള്ളതാണ്. എനിക്ക് മറ്റൊരു കാര്യം അല്ലേട്ടാ, എനിക്ക് തോന്നുന്നില്ല ലോകത്തൊരു ടൗണിലും ഒരു ജില്ലയിലും അതിൻ്റെ ഒത്ത നടുക്ക് ഏകദേശം ഒരു 8 ഏക്കറോളം വരുന്ന ഒരു സമാധി രൂപത്തിലുള്ള ഒരു അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ശബ്ദകോലാഹലങ്ങളും ഇല്ലാത്ത ഒരു ക്ഷേത്രം ലോകത്തെവിടെയും ഉള്ളതായിട്ട് അറിയില്ല. അത് അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേറ്റീവ് ഫീൽ അത് വടക്കുന്നാഥനിൽ വന്നവർക്കറിയാം. അല്ല, സാധാരണ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നുകയറ്റം ഉണ്ടാവാറുണ്ട് അല്ലേ, അതും വടക്കുന്നാഥൻ്റെ ഒരു ശക്തി തന്നെയാണ്. കാരണം പലരും ശ്രമിച്ചു ഇടിച്ചു കയറാൻ വേണ്ടി, വടക്കുന്നാഥൻ്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമമൊക്കെ നടന്നു. പക്ഷേ അതെല്ലാം ഇല്ലാതായി, തുടക്കത്തിൽ തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. അനൂപ്, പൊതുവെ എങ്ങനെ പുറത്താണോ ഷോസ് ഒക്കെ നടത്താറുള്ളത്? ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അങ്ങേക്കറിയാം ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ദീപാവലി ഭയങ്കര വൈറലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ പാടുന്നത് ഷോസ് ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അതിനുശേഷം ഏറാരാധനായ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പാടാൻ പറ്റി. ഈ കഴിഞ്ഞ വർഷം അദാനി സാറ് വീട്ടിലെ വിവാഹത്തിന് അവരുടെ വീട്ടിൽ പാടാൻ പറ്റിയത്. അത് അത് ഇത്രയും വലിയ ഒരു വ്യക്തിയുടെ വീട്ടിൽ പാടിയെന്നതിലും ഉപരി അവർ നമ്മുടെ സംഗീതത്തിലൂടെ നൽകുന്ന ഒരു റെസ്പെക്റ്റാണ് ഏറ്റവും തീർച്ചയായും വളരെ വലിയൊരു കാര്യം. അതും വടക്കുന്നാഥൻ്റെ അനുഗ്രഹം എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ, ഒരു മലയാളി, എനിക്ക് തോന്നുന്നു അനൂപ് ശങ്കറാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ എല്ലാവരും മുമ്പിൽ പാടാൻ പറ്റി എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹം. പക്ഷേ അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു, നാളെ അനൂപാണ് ഞങ്ങളുടെ അതിഥി എന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് എന്നുള്ളതാണ്. അത് എപ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കുന്നൊരു വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SPB എന്ന മഹാഗായകൻ്റെ ഒപ്പം 5-6 വേദി പാടാൻ പറ്റിയിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ അദ്ദേഹവുമായി വേദി പങ്കിട്ട ഒരാൾക്കും യു ക്യാൻ നെവർ ഈവൻ തിങ്ക് ടു ബി അറഗൻറ്റ്. അപ്പോൾ ഇഫ് അറ്റ് ഓൾ എന്തെങ്കിലും ഗുണങ്ങൾ എന്നിലുണ്ടെങ്കിൽ ഞാനത് അട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാലു സാറിനാണ്. ബിക്കോസ് അത്രയും വലിയൊരു മനുഷ്യനാണ്. ആൻഡ് ഹി ഹസ് ടീച്ച്ഡ് യു, ഹി ഹസ് ടോട്ട് യു ഹൗ ഹംബിൾ യു ഷുഡ് ബി. അല്ല, SPBയും ഇളയരാജയും അല്ലേ? യെസ്, രണ്ടും അതല്ലേ, രണ്ടുപേരും അല്ലേ ഏറ്റവും ഫേവറേറ്റ്? കോമ്പിനേഷനാണ് ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ ഏറ്റവും ആരാധിക്കുന്നത് ബാലു സാറിനെയാണ്. ഇളയരാജ സാറിന്റെ 100 പാട്ടുകൾ അല്ലേ? അതെ, പാടിയ എത്ര 5 വർഷമായിരുന്നു? 2019 അതായത് നമ്മൾ കോഴിക്കോട് ഒരു മ്യൂസിക്കൽ ഗാദറിംഗ് എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ 10ാം വർഷത്തിന് അതിനോടനുബന്ധിച്ച് രാജാ സാറിൻ്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 10 മണിക്കൂർ ഒരു ഈവൻറ്റ് ചെയ്തു. 104 പാട്ടുകളാണ് പാടിയത്. ഒബ്വിയസ്ലി അദ്ദേഹം ജീവിതത്തിലെ വലിയൊരു ഇൻസ്പിറേഷനാണ്. പാടാൻ അത് നടത്താൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു അത് ഒരു കമ്പോസറുടെ മാത്രം പാട്ടുകൾ വെച്ച് നടത്തപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയ പ്രോഗ്രാം. എത്ര ഒരു ഫുൾ ഡേ 24 hours 10 hours 10 മണിക്കൂർ 104 പാട്ടുകൾ അങ്ങനെയാണ് ചെയ്തത്. SPB സാറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അനൂപ് SPB സാറ് പാടിയ നല്ല നല്ല പാട്ടുകൾ അനൂപിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷം. എനിക്ക് തോന്നുന്നു ഇത് ഇളയനിലയുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. അതാണ് ഏറ്റവും ഫേവറേറ്റ് ഒന്നാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ഇമോഷൻ എന്നുള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് അത് വൈരമുത്തു എന്ന കവിയെക്കുറിച്ച് പറയണം, രാജസാറിനെ പറയണം, ആൻഡ് ഓഫ് കോഴ്സ് SPB സാറെ പറയണം. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത അത് തമിഴിൽ മാത്രമല്ല, നമ്മൾ പുറത്തെവിടെ പോയി പാടിയാലും ആ പാട്ടിനുള്ള റീച്ച് എന്ന് പറയുന്നത് അത്രയും വളരെ വലുതാണ്. അത് ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ഇളയ നില പൊഴികിറതേ ഇതയം വரை നനകിറതേ ഉലാ പോകും മേഘം കനാ കാണുമേ വിഴാ കാണതേ വാനമേ ഇളയ നില പൊഴികിറതേ.
അല്ലേട്ടാ ഈ ഒരു 2 മിനിറ്റ് കൂടി സമയം എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ്റെ നടയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാലു സാറിൻ്റെ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ വലിയൊരു കാര്യമുണ്ട്. അതായത് ഞാൻ എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു എന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനിയും അറിയില്ല. അത് തീർച്ചയായിട്ടും MGR എന്ന വലിയ വ്യക്തിയുടെ ഒരു അനുഗ്രഹമുണ്ട്. എന്നെ എനിക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു ഗായകനാക്കിയത് അദ്ദേഹമാണ്. അത് കൂടാതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഒരിക്കലും വിശ്വാസമില്ലാത്തൊരു കാര്യം, അത് ദൈവത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നത് KV മഹാദേവൻ സാറിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു പുകഴേന്തി ആ സമയത്ത്. അപ്പോൾ പുകഴേന്തി എന്ന സംഗീത സംവിധായകൻ്റെ ഒരൊറ്റ വിശ്വാസത്തിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച പാട്ട് വന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ശങ്കരാ നാദ ശരീരാപരാ വേദവിഹാരഹരാ ജീവേശ്വരാ ശങ്കരാ നാദ ശരീരാപരാ വേദവിഹാരഹരാ ജീവേശ്വരാ. ഈ സാധന തുടങ്ങിയത് എപ്പോഴാ? കുട്ടിക്കാലം? ചേട്ടാ, ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് 7 വയസ്സിലാണ്. 7 വയസ്സിൽ. 10 വയസ്സിൽ ഗുരു ആരായിരുന്നു? ആദ്യ ഗുരു ചാലപ്പുറം ബാപ്പ എന്ന ഗുരുനാഥനായിരുന്നു. അതിനുശേഷം ഞാൻ നെയ്വേലി സന്താന ഗോപാലൻ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ താഴെ പഠിച്ചു. ഇപ്പോൾ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്. നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് യു വുഡ് കീപ്പ് ഓൺ ലേണിംഗ്. നന്നായി പോകും. അല്ല, പെരുമ്പാവൂർജി രവീന്ദ്രനാഥും അല്ലേ എത്ര നല്ല ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഹൗ ജീനിയസ് എ മ്യൂസീഷ്യൻ ഷുഡ് ബി. നമുക്കൊരു രാഗം മാഷ് പറഞ്ഞു തരുമ്പോൾ ആ രാഗത്തിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തന്നിട്ട് എപ്പോഴും ചില ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന രീതിയാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ രവീന്ദ്രനാഥ് മാഷിൻ്റെ ഏറ്റവും വലിയൊരു ഗ്രേറ്റ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, സാർ തിരുവനന്തപുരത്താണ്. അപ്പോൾ സാറ് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സസ് അയച്ചു തരാറുണ്ട്. അപ്പോൾ കേട്ട് പഠിച്ചിട്ട് ഇതാണ് ആ രാഗത്തിൻ്റെ എൻ്റെ അനുഭവത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. സോ ഹീ ഈസ് സംബഡി ഹൂ നമുക്ക് അതിനെ പല ഡയമെൻഷനിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഗൈഡൻസ് തരുന്നൊരു വലിയ ഗുരുനാഥനാണ്. ആൻഡ് പാട്ടിനെ ഏറ്റവും പാഷനേറ്റ് ഇപ്പോഴും സാറിൻ്റെ കുറേ പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഹനുമാൻ ചാലീസ അദ്ദേഹം കമ്പോസ് ചെയ്ത് ചെയ്യാൻ പറ്റി. ശിവതാണ്ഡവ സ്തോത്രം ചെയ്തു. ഇപ്പോൾ കാലഭൈരവാഷ്ടകം ചെയ്തു. ഇനിയും ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിൻ്റെ പാടാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹനുമാനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് ജയ ഹനുമാൻ ज्ञान गुण सागर जय कपीसति हुलोक उजागर रामदूत अतुलित बलधामा अंजनी पुत्र पवन सुत नामा महावीर विक्रम बजरंगी कुमति निवार सुमति के संगी. ഹനുമാൻ ചാലീസയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇതും പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ ചിട്ടപ്പെടുത്തിയ ഹനുമാൻ ചാലീസയാണ്. നമ്മുടെ ഇത്തരം പാട്ടുകൾ, ഇത്തരം ഭക്തിഗാനങ്ങൾ ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമ തരുന്നതാണ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സംഗീതം കുറേ അടിച്ചുപൊളി, റാപ്പ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് പോകുന്നു. ആ സംഗീതത്തിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അതർ സൈഡ് ഓഫ് മ്യൂസിക് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദ ആർട്ടിസ്റ്റ് പറയണം. അതായത് ഈ റാപ്പും അല്ലെങ്കിൽ ഇപ്പോൾ ബാലമുരളീകൃഷ്ണ സാറിനൊപ്പം ഒരിക്കലും ഒരു 3 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഈസ് എ ജീനിയസ്, ലോകം കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റ് മ്യൂസീഷ്യൻസിൽ ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരിക്കൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസ് ചോദിച്ചപ്പോൾ ഇപ്പോൾ സാറിൻ്റെ മ്യൂസിക്കിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ സാറോട് വളരെ സ്വാതന്ത്ര്യപൂർവ്വം എടുത്ത് ചോദിച്ച ചോദ്യം, സാർ നിങ്ങളുടെ സംഗീതത്തെ തന്നെ ഇത്രയും വലിയൊരു മ്യൂസീഷ്യനായിട്ട് അങ്ങേ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്, ഒരുപാട് മ്യൂസീഷ്യനല്ല മ്യൂസിക് ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങ് അതിനെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ നിന്നെ കേൾക്കാൻ വരുന്നവർ
അത് പല തുറകളിലുള്ളവരായിരിക്കാം. നീ പാടുന്ന സംഗീതം അത് പല രീതിയിലുള്ളതായിരിക്കാം. കർണാടക സംഗീതമായിരിക്കാം, റാപ്പായിരിക്കാം, ഡിവോഷണൽ ആയിരിക്കാം, ഓർ എനി ഫോം ഓഫ് മ്യൂസിക്. അത് നിന്നെ കേൾക്കാൻ വരുന്ന ഒരു സംഗീതാസ്വാദകൻ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നീ വലിയൊരു സംഗീതജ്ഞനാണ്. പക്ഷെ ഈ പറഞ്ഞതിനോടൊപ്പം ഒരു അനക്ഡോട്ട് കൂടി അദ്ദേഹം കൂടി ചേർത്തിട്ടുണ്ട്. അതായത് നീ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എവിടെയും ഈ പറഞ്ഞു വരുന്നത് ഞാൻ അതർ സൈഡ് ഓഫ് മ്യൂസിക് വിച്ച് ഇസ് അഡിക്ഷൻ ടു ആൽക്കഹോൾ, ഡ്രഗ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അത് ഒരിക്കലും സമൂഹത്തിന് ഒരു കലാകാരൻ ഇത് ചെയ്തത് കൊണ്ട് വലിയൊരു കലാകാരനായി എന്ന തെറ്റായ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ ഹീസ് എ ഫെയിലിയർ, ടു ബി വെരി ഓണസ്റ്റ്. അത് മാത്രമല്ല നമ്മുടെ എത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് അല്ലേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല, പുകവലിക്കാറില്ല, ഒരു ഡ്രഗ്സ്, നോട്ട് വെദർ ഇറ്റ് ഇസ് സിന്തറ്റിക് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് മാത്രമല്ല ഇത് പറഞ്ഞ മറ്റൊരു വലിയ കാര്യം കൂടി പറയുകയാണ്. അതായത് റഹ്മാൻ സാർ പറഞ്ഞ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ച ഒരു സംഗീത സംവിധായകൻ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇളയരാജയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇളയരാജയാണ് മദ്യവും പുകവലിയും ഇല്ലാതെ ഒരു സംഗീത സംവിധായകന് സംഗീതം സൃഷ്ടിക്കാൻ സാധിക്കും, അതായത് ഏറ്റവും ഉദാത്തമായ സംഗീതം നൽകാൻ സാധിക്കും എന്നുള്ള മെസ്സേജ് നമുക്ക് തന്ന മ്യൂസീഷ്യൻ. അത് വളരെ ട്രൂ ആണ്. അപ്പോൾ അവർ തന്നതിലും ഗ്രേറ്റ് ആയിട്ട് എൻ്റെ അറിവിൽ ഇന്നത്തെ ജനറേഷനിൽ രാജ സാറും റഹ്മാൻ സാറും തന്നതിലും ഗ്രേറ്റ് ആയിട്ടൊരു മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരൊറ്റ മ്യൂസീഷ്യൻ ആസ് ഓഫ് നൗ ഇല്ല. അപ്പോൾ അവർ തന്നെ വെൻ ദേ ആർ ഡ്രഗ് ഫ്രീ ആൻഡ് ആൽക്കഹോൾ ഫ്രീ, യു ഡോണ്ട് ഹാവ് എൻ എക്സ്ക്യൂസ് ടു സേ ഞാൻ അത് കഴിച്ചാലേ എനിക്കിത് വരുള്ളൂ എന്ന് പറയാൻ ഒരു അധികാരവുമില്ല. ആൻഡ് ഇറ്റ് ഈസ് എ പ്യുവർ എക്സ്ക്യൂസ്. അതായത് യഥാർത്ഥ സംഗീതജ്ഞന് മ്യൂസിക് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻടോക്സിക്കേഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബിക്കോസ് അങ്ങീ പറഞ്ഞ പോലെ ഇപ്പോൾ മഴ പെയ്യാണ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. മുകിലിനങ്ങൾ അലകിറതേ മുഖവരികൾ തൊലൈന്തനവോ മുഖവരികൾ തവറിയതാൽ അഴുതിടുമോ അത് മഴയോ. അതായത് വൈരമുത്തു എഴുതിയത് അലഞ്ഞു തിരിഞ്ഞ്, അതായത് എനിക്ക് എവിടെ പോകണം എന്ന് അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മേഘത്തിന്റെ കണ്ണീരാണോ മഴ എന്നാണ് അവിടെ വൈരമുത്തു എഴുതുന്നത്. അപ്പോൾ അതിലും പോയറ്റിക്, അതിലും വലിയൊരു ഇൻടോക്സിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല ഒരു സിന്തറ്റിക് ഡ്രഗിനും തരാൻ പറ്റും. അതാണ് യഥാർത്ഥ ലഹരി. ഇഫ് യു വൺസ് യു റിയലൈസ് ഇറ്റ്. പിന്നെ ഇവര് ഈ സോ കോൾഡ് റാപ്പേഴ്സ് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, അവർക്ക് വരികൾ സൃഷ്ടിക്കാൻ വളരെ തീക്ഷ്ണമായ അവരുടെ അനുഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഇതൊരു മീഡിയം ആണെന്ന് പറയപ്പെടുന്നു. ഫൈൻ, സർട്ടൻ തിങ്സ് നമുക്ക് ഒരിക്കലും കമന്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു മെസ്സേജ് നൽകരുത്. ഇന്ന ആള് ഇത് ഉപയോഗിച്ചിട്ടാണ് പാട്ട് പാടുന്നത് എന്ന തെറ്റായ ഒരു ധാരണ അടുത്ത തലമുറയിലേക്ക് നൽകി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൂയിങ് ഓൺലി എ നെഗറ്റീവ് തിങ് ടു ദെം. അതില്ലാതെ ചെയ്ത് ജീവിച്ച എത്രയോ വലിയ കലാകാരന്മാരുടെ നാടാണിത്. അതുകൊണ്ട് അത് ഇറ്റ്സ് നെവർ എൻ എക്സ്ക്യൂസ്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എഗെയിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് സമൂഹത്തിൽ പല രീതിയിലുള്ള ഒരിക്കലും ഒരു സമൂഹവും എല്ലാവരോടും ഫെയർ ആയിട്ട് ഇരുന്നിട്ടില്ല. പല കാലങ്ങളിൽ പല വ്യവസ്ഥിതിയിലൂടെയാണ് പല സമൂഹങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, അത് കലാകാരൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഈ പ്രതികരിക്കുന്ന ഭാഷയ്ക്ക് ഒരു ശുദ്ധി വേണം. അത് വളരെ ഒരു ഡിഗ്നിഫൈഡ് വേ ഓഫ് റെസ്പോണ്ടിങ് ആണ്. ഇപ്പോൾ നമ്മൾ എഗെയിൻ ഈ പറഞ്ഞ പോലെ എത്രയോ പോയറ്റ്സ്, ഇപ്പോൾ വയലാർ എഴുതിയിട്ടുണ്ട്, തമിഴിൽ കണ്ണദാസൻ എഴുതിയിട്ടുണ്ട്. ഇവരൊരിക്കലും ഒരു ബാഡ് വേർഡ് പോലും അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്ക് പോലും തങ്ങളുടെ അവർ തീർച്ചയായിട്ടും അതിതീക്ഷ്ണമായ വരികളിലൂടെ ജാതി വ്യവസ്ഥകളെയും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്ത് അനീതിയായാലും അവർക്ക് തോന്നിയിട്ടുള്ള ഭാഷയ്ക്ക് അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഷയ്ക്ക് ഒരു ശുദ്ധി ഉണ്ടായിരുന്നു. അതിനവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തീവ്രാനുഭവങ്ങളെ എങ്ങനെയാണ് നമുക്ക് മധുരത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ കഴിയാന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് അതിനെങ്ങനെയാണ് കാണുന്നത് അത്തരം വാക്കുകളെ? അതായത് ഇറ്റ്സ് അബൌട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ
എല്ലാവരും എവ്രിബഡി ഹാസ് ഗോൺ ത്രൂ സ്ട്രഗിൾ. എല്ലാ ആർട്ടിസ്റ്റും ഞാൻ ലോഹിതദാസ് സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ലോഹിത് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, അനൂപേ മനസ്സ് മനസ്സ് വിങ്ങി പൊട്ടി കരയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ഒരു ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സ് വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു കലാകാരനോ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്ര തീക്ഷ്ണതയുള്ള ഗാനമോ എന്തൊരു സൃഷ്ടിയോ നൽകാൻ പറ്റുമോ എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഈ സോ കോൾഡ് ഇപ്പോൾ കോൺട്രവേഴ്സീസിൽ വരുന്ന ആർട്ടിസ്റ്റ് മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, ബാക്കി എത്രയോ കലാകാരന്മാർ എത്രയോ കാലങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ നീ പറഞ്ഞ പോലെ അവർ പ്രതികരിച്ച അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്ത മ്യൂസിക്കിനൊരു ശുദ്ധിയുണ്ട്, ഭാഷാശുദ്ധിയുണ്ട്. അപ്പോൾ ഇത് അഗെയിൻ ഇറ്റ്സ് അബൌട്ട് അവർ ചോയ്സ്. നമുക്ക് നമ്മളെ സൊസൈറ്റിക്ക് മുമ്പിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാം. കേവലം ഒരു നിമിഷത്തേക്കുള്ള ഒരു റഷിനപ്പുറത്തേക്ക് അത്തരം സംഗീതങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് എനിക്കത് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം എൻ്റെ ഓൾഡ് സ്കൂൾ തോട്ടം എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം എന്ന് പാടുന്നത്, എന്നാ പാടുന്ന ഇമോഷൻ അല്ലെങ്കിൽ പാടുന്ന സുഖം നിർത്തല്ലേ എന്നാ പാട്ട്. അയ്യോ, ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കിഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയ. ഇന്നലെ രാത്രി കനത്ത മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ പെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് മഴ ഇപ്പോൾ ചാറുന്നുണ്ട്. മാത്രമല്ല അനൂപിൽ നിന്ന് സംഗീതം ഇങ്ങനെ മഴയായി പെയ്തിറങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വടക്കുന്നാഥൻ്റെ അനുഗ്രഹമാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞനെ നമുക്ക് കിട്ടിയത് കൊണ്ട് ഈ യാത്ര വളരെ സുഖമായിട്ട് പോവുകയാണ് അല്ലേ. ഓക്കെ അനൂപേ, പിന്നെ ഞങ്ങളുടെ ഈ പൂരം കവറേജ് അപ്പം ഞങ്ങൾ ആലോചിച്ചു, എപ്പോഴും ക്ലീഷേഡായിട്ടുള്ള കുറേ ടൈറ്റിലുകളുണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ ന്യൂസ് എഡിറ്റർ കൂടിയായിട്ടുള്ള കൃഷ്ണരാജ് പുള്ളി ഒരു പേര് സജസ്റ്റ് ചെയ്തു, കാന്ത ഞാനും വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുമ്പോൾ അല്ലേ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ട് അതുകൂടിയല്ലേ അല്ലേ? തീർച്ചയായിട്ടും. അതായത് പൂരത്തെക്കുറിച്ച് ഏറ്റവും കാലാതീതമായ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അതിനും മനോഹരമായി വർണ്ണിക്കാൻ ഒരു വരി നമുക്കില്ല. എന്നും പൂരത്തിനെ കുറിച്ച് ആദ്യം ഓർമ്മയിൽ വരുന്ന കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. യഥാർത്ഥത്തിൽ ഒരു പൂരം കാണാനെത്തുന്ന കുട്ടിയുടെ കൗതുകമാണ് ഈ വരികളെല്ലാം ഉള്ളത്. ഈ പൂരത്തിനുള്ള ഇത് തുടർന്നുള്ള വരികളിലുണ്ട്, തിമലയിൽ എനിക്കൊന്ന് കൊട്ടണം, ആനപ്പുറത്തൊന്ന് ഏറണം, വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം. അപ്പോൾ പൂരത്തിൻ്റെ ചെറിയൊരു റിവ്യൂ മാത്രമാണ് അതൊരു മുതിർന്ന ആള് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് പൂരം കാണാം. അപ്പോൾ എനിക്കിതെല്ലാം കാണണമെന്ന് പറയുന്ന ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള വരികളാണ് ഈ ഒരു വരി. ഇത് ആരാ എഴുതിയത് അറിയോ? അത് രചനയെ കുറിച്ച് ധാരണയില്ല ചേട്ടാ, ടു ബി ഓണസ്റ്റ്. സ്കൂൾ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഗാന പദ്ധതി നോക്കുകയാണെങ്കിൽ എനിക്കൊരു കാവലാം സാറിൻ്റെ സ്കൂളിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ രചനയെക്കുറിച്ച് അറിവില്ല. അതെ, ആരെങ്കിലും അത്, കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ എന്ത് നമ്മുടെ സംശയം പറഞ്ഞാലും അത് നിവാരണം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അന്വേഷിക്കണം. കാന്ത ആരെങ്കിലും ഈ പാട്ടിൻ്റെ കവി ആരാണെന്നുണ്ടെങ്കിൽ അറിയുമെങ്കിൽ
താഴെ യൂട്യൂബിലുണ്ടാവും, കമന്റ് ചെയ്യുക. അനുപേട്ട, ഈ ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടിക്കാലം മുതലേ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടല്ലോ. ഞാൻ ഒരു സംഗീതപ്രേമി എന്നുള്ള നിലയ്ക്ക് ചോദിക്കുമ്പോൾ പൂരത്തിൻ്റെ യഥാർത്ഥ സംഗീതം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചടങ്ങുകളാണ് ഇഷ്ടം. പഞ്ചവാദ്യമുണ്ട്, മേളമുണ്ട്, പാണ്ടിയുണ്ട്, ത്രിപുടയുണ്ട്, വടക്കുന്ന പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴുള്ള ചെമ്പടയുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ് ഏതാണ് എന്ന് മാത്രമല്ല, പൂരത്തിൻ്റെ ആകെ മൊത്തം ഒരു സംഗീതം എന്താണ്? പൂരം സത്യം പറയുകയാണെങ്കിൽ അത് മേളത്തിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഒരു സംഗീതം എന്ന് പറയുന്നതിനേക്കാളും ഉപരി മേളമാണ്. അതായത് പലതരത്തിലുള്ള മേളങ്ങളാണ് പൂരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത് സിംഫണി, ദ റിത്തമിക് സിംഫണി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള റിത്തം ആർട്ടിസ്റ്റ് അത്ര അത്ഭുതത്തോടെ കാണുന്ന ഒരു ഇതാണ്. ആൻഡ് ഓഫ് കോഴ്സ് മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഒരുപാട് ശൈലികളുള്ള ഒരു റിത്തമാണ്. പിന്നെ ഇപ്പോൾ ഒരു സംഗീത രൂപം എന്ന് നമുക്ക് പൂരത്തിന് കൺസീവ് ചെയ്യാൻ പറ്റില്ല, ടു ബി ഓണസ്റ്റ്. പൂരത്തിൻ്റെ ഒരു താളം എന്ന് പറയുന്നത് മേളമാണ്. കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മേള വാദ്യ കലാകാരന്മാർ വരുന്ന സ്ഥലമാണ്. ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ താളമുള്ള ആരായാലും, ഇത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാളായ പോലും ഇവിടെ വരുമ്പോൾ കൈകൾ വായുവിൽ അമരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അതാണ് പൂരത്തിൻ്റെ മേളത്തിൻ്റെ ഗ്രേറ്റ്നെസ്. പിന്നെ ഈ പൂരത്തിൻ്റെ സംഗീതം എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റാവുന്ന, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായ ഭക്തിഗാനങ്ങൾ പിറന്നിട്ടുള്ള ശാഖ എന്ന് പറയുന്ന മലയാളമാണ്, ടു ബി ഓണസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ പാട് ഇപ്പോൾ ഒരു വെങ്കടേശ്വര സുപ്രഭാതം എങ്ങനെയാണോ തമിഴ്നാട്ടിൽ പ്ലേ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയും മുരുകൻ്റെ കുറേ ഭക്തിഗാനങ്ങൾ, അതുപോലെ നമുക്കും നമ്മുടേതായ ഒരു നമ്മുടെ വളർച്ചയുടെ അല്ലെങ്കിൽ ഓർമ്മയുടെ കുട്ടിക്കാലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു ഇപ്പോൾ 40കളിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രോബ്ലി ലേറ്റ് 30s, അതെ, അതായത് ഈ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ. അത് ജാതിക്കും മതത്തിനപ്പുറമായിട്ട് നമ്മൾ കേട്ട് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതാ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗംഗാതീർത്ഥമോ പുഷ്പാഞ്ജലിയോ എവിടെ പാടിയാൽ അത് ഒരു ജാതി മതത്തിനപ്പുറം അത് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളിലൂടെ, അതായത് എപ്പോഴും നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ഒരു ഈ നൊസ്റ്റാൾജിക് എലമെൻ്റ് ആണ്. ഈ പൂരക്കാലത്ത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, എൻ്റെ പൂരം ഓർമ്മകളിൽ ഞാൻ പൂരത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട് വളർന്നിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നൊസ്റ്റാൾജിയിൽപ്പെട്ടുള്ള പാട്ടാണ് ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു അന്നു കണ്ട നീയാരോ ഇന്നു കണ്ട നീയാരോ എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. ഈ പാട്ട് പൂരമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടല്ല, പക്ഷെ പൂരത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മ വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന പാട്ടുകളൊന്നാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അനൂപിനെ പിടിക്കാൻ വേണ്ടി എൻ്റെ പഴയ സഹപ്രവർത്തകര് അവിടെ നിൽക്കുക. തീർച്ചയായിട്ടും നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട് വട്ടത്തില് കൂടുവാനവിടവുമുണ്ടൊരു പാട് തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര് കൂടണമെങ്കിൽ കൂടണം ഗടി തൃശിവ പേരൂര് പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര് ഇപ്പറഞ്ഞ നാടിനു കരയേഴുമുട്ടുക്ക് പേര് കാണണമെങ്കിൽ കാണണം ഗടി തൃശിവ പേരൂര്. ഇത് പാടുമ്പോൾ ജേട്ടനെ കൂടി മനസ്സിലോർക്കുകയാണ്. അനൂപ്, താങ്ക് യു വെരി മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അനൂപ്, സത്യം പറയാലോ. വെൽ ബിഗൺ ഡൺ എന്ന് പറഞ്ഞ പോലെ അല്ലേ, നമ്മുടെ ജോലി ഏകദേശം തീർന്നു. എന്തായാലും സന്തോഷം, വലിയ സന്തോഷം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒന്ന് അനൂപിന്റെ കൂടെ ഇരിക്കാൻ, അതുപോലെ ഈ
സംഗീതം അതിനെക്കുറിച്ച് Thank you, സംസാരിക്കുക. താങ്ക് യു. കാണണം ഇനി. തീർച്ചയായിട്ടും ഓ, ജനം ടി വിക്ക് എല്ലാവിധ ആശംസകളും, എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ മഴയൊക്കെ മാറി നമ്മൾ പൂരം ഉഷാറാക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യഥാർത്ഥത്തിൽ ഈ മഴ എനിക്ക് തോന്നുന്നു നാളെ അനുഭവിക്കാനിരിക്കുന്ന ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മൂപ്പര് തന്നെ റെഡിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വടക്കുന്നാഥൻ വിചാരിച്ചു, വടക്കുന്നാഥൻ ഈ നേരത്തെ പറഞ്ഞ പോലെ, മിതം പറഞ്ഞ പോലെ ഈ ചൂടൊക്കെ ഒന്ന് തണുപ്പിക്കണം. മാത്രമല്ല പിന്നെ പല പല അത്ഭുതങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ അല്ലേ നടന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഹീസ് ദ കിങ് അല്ലേ? Yes, അതെ. ഓക്കെ. ഈ നഗരത്തിന്റെ കേന്ദ്രം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളുടെ മനസ്സിന്റെ കേന്ദ്രമായി വടക്കുന്നാഥൻ മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 45 മിനിറ്റ് അനൂപ് ശങ്കറിന്റെ ഈ ഗാനസുധയിലൂടെ അല്ല, അനൂപിനെ വിടാൻ തോന്നില്ല നമുക്ക് ഒരിക്കലും ഇല്ല. അതാണ് ഈ സംഗീതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി, മാന്ത്രികത എന്ന് പറയുന്നത്. അത് തീർച്ചയായും ആ ഒരു അനുഭവം അത് അനുഭവിച്ചറിയുക എന്നുള്ളത്. അറിയാലോ, ഈ പൂര നാളിൽ ഒരുപാട് അതിഥികൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ എത്താറുണ്ട്. മാത്രമല്ല തൃശ്ശൂരുകാരായിട്ടുള്ള കലാകാരന്മാർക്ക് ഏറ്റവും വലിയൊരു വേദി കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. മാത്രമല്ല നമ്മളെപ്പോലുള്ള ചാനലുകാർ അന്വേഷിക്കുന്നതും ഇവരെയാണ്. മറ്റൊരു തൃശ്ശൂരിൻ്റെ പുത്രൻ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്, ശ്രീ സുനിൽ സുഗത. യെസ് ചേട്ടാ, വേറെ കാര്യം വെച്ചാൽ ഈ പൂരത്തിന്റെ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ആരും, കലാകാരന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ എത്ര വലിയ താരങ്ങളാകട്ടെ, പൂരത്തിന്റെ ദിവസം അവരെല്ലാം പൂരപ്രേമികളാണ്. അവിടെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഈ വടക്കുന്നാഥ മൈതാനത്തിലേക്ക് എത്താതിരിക്കില്ല ഈ പൂരനാളുകളിൽ. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇവരെ ഇങ്ങനെ ഒരു ബാധ്യത അല്ല, അത്തരത്തിലൊരു ഒന്നുമില്ലാതെ നമുക്ക് കിട്ടുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെ സാധാരണക്കാരായിട്ട്. അല്ലെങ്കിലും ഞാനിവിടെ തന്നെ ഉണ്ടാവുന്ന ഒരാളാണ്, എപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ പൂരം നമുക്കൊരു വികാരമാണ്. കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്നൊരു പ്രകാശം നമ്മളിങ്ങനെ വരും പൂരത്തിനടുത്താകുമ്പോൾ. പിന്നെ അത്തരമൊരു ഫീലിംഗ് ആണ് തൃശ്ശൂർ. അല്ല, കാരണം പണ്ട് പൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. തൃശ്ശൂരിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അന്നും കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. പിന്നെ അത് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ ഉത്സവമായി പൂരം. അത്രമാത്രം വലുതായിപ്പോയി പൂരം. കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പൂരം അനുഭവങ്ങൾ? കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ വെക്കേഷൻ്റെ കാലത്താണ് പൂരം വരെ, വെക്കേഷനിലാണല്ലോ പൂരം. അപ്പോൾ രണ്ടാമതും നമ്മുടെ കൂട്ടുകാരായിട്ട് കൂട്ടിമുട്ടാനുള്ളൊരു സ്ഥലമാണ് പൂരം. പൂരത്തിലെ വരുമ്പോൾ വെക്കേഷൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പൂരം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പിന്നെ ഈ പൂരത്തിൻ്റെ ഈ ആനയുടെ പ്രദർശനമുണ്ട്, ചമയ പ്രദർശനമൊക്കെ നടക്കുന്നത്. ഞാൻ പഠിച്ചിരുന്നത് CMS സ്കൂളിലാണ്, ടൗണിൽ തന്നെ. ആ കാലത്ത് അവിടെയായിരുന്നു ഈ പ്രദർശനമൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ. അവിടെ നമ്മളിപ്പോൾ ഓടി കളിക്കുന്ന സ്ഥലത്തൊക്കെ ആനേനെ കൊണ്ടുവന്ന് കെട്ടുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെ അത്തരം ഒരു തരത്തിലാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മുടെ അനിയന്മാർ ഇവരൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരെ പൂരം കാണിക്കാനും ഉയർത്തി കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പറ്റില്ല, അത്രമാത്രം ക്രൗഡഡ് ആയിരിക്കുന്നു. സുനിലേട്ടൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ ഒരു ഡിഫറെൻറ്റ് ആംഗിൾ കൊണ്ടുവന്ന് സുനിൽ സുഗത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുത്ത് താങ്കളുടെ ചില ലുക്കും, പിന്നെ അത് മാത്രമല്ല ഈ തൃശ്ശൂർ സ്ലാങ്ങിലുള്ള സംസാരവും അല്ലേ, ഒരു ഡിഫറൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മലയാള ചലച്ചിത്ര മേഖലയിൽ താങ്കളുടേതായിട്ടുള്ള ഒരു സ്ഥാനം താങ്കൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അടയാളപ്പെടുത്താൻ സാധിച്ചു. അതെ, അതൊരു ഭാഗ്യം എന്ന് പറയാം. നമുക്ക് നമ്മളൊറ്റയ്ക്കൊരു ആംഗിൾ കൊണ്ടുവരാനൊന്നും പറ്റില്ല. നമ്മൾ സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ ഒരു സംരംഭമാണല്ലോ. ആത്യന്തികമായിട്ട് സംവിധായകൻ തന്നെ പറയണം. അപ്പോൾ നമ്മൾ എന്ത് ആംഗിൾ കൊണ്ടുവന്നാലും സംവിധായകൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആംഗിളോട് വെക്കാനേ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം വിളിച്ചു. നല്ല പ്രഗത്ഭരായ കുറേ ആളുകളിലൊപ്പം കുറച്ച് അടയാളപ്പെടുന്ന തരത്തിലെ ചില സിനിമകളിൽ വേഷം കിട്ടി, ചില വേഷങ്ങൾ കിട്ടി. അപ്പോൾ എനിക്കെല്ലാം സഹായമായത് എൻ്റെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് രംഗചേതന എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ഒരു അമേച്ചർ നാടക ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സ്റ്റേജിൽ നിന്നുള്ളൊരു അനുഭവം എനിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സിനിമയിലെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് അതിനെപ്പറ്റി ഇത് വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ. നമ്മളതിനെപ്പറ്റി അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള നടത്തുന്നതും കൂടി ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് മറക്കുന്നിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. പക്ഷേ അതപ്പോൾ ശ്രദ്ധിക്കാറല്ലോ. അപ്പം ഇതുവരെ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നിട്ട് നമ്മളതിനെ പറ്റി കാരണം ഞാനിപ്പോൾ സിനിമയിലൊക്കെ വന്നൊരു 10 വർഷം അങ്ങനെ ആയിട്ടുള്ള ഒരു നടനെ സംബന്ധിച്ച് അത് അത്ര വലിയൊരു കാലഘട്ടമല്ല. നമ്മൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ തിരിച്ച് ഇതൊക്കെ ആലോചിക്കാം. ഇപ്പോൾ നമ്മളെപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. എന്നാലും ആളുകളുടെ റെസ്പോൺസൊക്കെ നോക്കുമ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ അവർ പറയാറുണ്ട്. ഇപ്പോൾ ആമയെന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടിയ ചപ്പാക്കുരിശ് എന്ന്
ഈ മാനുവൽ എന്ന് പറഞ്ഞ സിനിമയിലത്തെ അവർ പറയാറുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ വരാറുണ്ട്. ഞാനിപ്പോൾ തമിഴ് സിനിമയിൽ ഒരു പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. അതേപോലെ ഞാനിപ്പോൾ 2-3 തമിഴ് സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പോർത്തൊഴിൽ എന്നുള്ള സിനിമയിൽ ഒരു വില്ലനായിട്ട് ശരത് കുമാറിൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്നു. അത് വളരെ അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ആ തരത്തിലൊക്കെ പോകുന്നു. നാടകങ്ങൾ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നാടകങ്ങൾ ഞാനും മറ്റേ മറിമായം ശ്രീകുമാറും കൂടിയിട്ട് ജയപ്രകാശ് കുളൂര് സംവിധാനം ചെയ്ത ടാർസൻ എന്ന് പറഞ്ഞ നാടകം കളിക്കുന്നുണ്ട്. കുറേ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ അതിൻ്റെ ഒരു അരങ്ങേറ്റുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ സിനിമയിൽ നിന്ന് വീണ്ടും തിയേറ്റർ ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ഷിഫ്റ്റിംഗ്? ഇല്ല, ഞാൻ എപ്പോഴും തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തിയേറ്ററിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഒന്നും കണ്ടു വിട്ടാവും രംഗചേതന ഞങ്ങൾ ഒരു എല്ലാ ഞായറാഴ്ചകളിലും നാടകം കഴിക്കുന്നുണ്ട്. ഒരു 3 വർഷമല്ല 500 ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച പോലും വിടാതെ നാടകം കളിക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ ആ സമയമുള്ളപ്പോഴൊക്കെ അവിടെ ഞാൻ പോകാറുണ്ട്. അതാണ് നമുക്ക്, കാരണം മനുഷ്യനോട് നേരിട്ട് സംവദിക്കുന്ന അത്തരം കിട്ടുന്നൊരു, അപ്പോൾ അത്തരം ഒരു അവസരങ്ങൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മിഥുന് മൈക്ക് കൈമാറും. സുനിലേട്ടാ, ഈ നമുക്ക് പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ എല്ലാവർക്കും അറിയുന്ന ചടങ്ങുകളുണ്ട്, പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പക്ഷേ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം ഈ പൂരപ്പറമ്പ് എന്ന് പറയുന്നത് വളരെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ഈ സ്ക്രീനുകൾക്ക് കാണാത്ത ഒരു പൂരപ്പറമ്പിൻ്റെ വിശേഷങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ചില ചീട്ടുകളി സംഘങ്ങളുണ്ട്, സൗഹൃദ സംഘങ്ങളുണ്ട്. പക്ഷേ തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത്തരം ഓർമ്മകൾ കൂടി ഉണ്ടാകുമായിരിക്കില്ലേ? ഈ അത്തരം സൗഹൃദങ്ങളുടെയൊക്കെ ഭാഗമാകാറുണ്ടോ? എങ്ങനെയാണ്? അല്ല, ചീട്ടുകളിയുടെ ഒന്നും ചീട്ട് കളിക്കാരനാക്കരുത്, അങ്ങനെയല്ല. ഇവിടുത്തെ ഒരു സൗഹൃദ കൂട്ടായ്മ. ഞാനൊരു ചീട്ടുകളി നമ്മുടെ ഏറ്റവും മാന്യമായിട്ട് ചീട്ടുകളി അമ്പലത്തിന് ചുറ്റും നിന്ന് വളരെ തുറന്ന് ചീട്ട് കളിക്കുന്ന ഒരു എന്താ പറയുക, അത്തരം അങ്ങനെ ഓപ്പൺനെസ് ഉള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. അത് ഭയങ്കര സ്പിരിറ്റോട് ചീട്ടുകളിക്കാട്ടും രസം. അതിൻ്റെ ചുറ്റും വന്ന് ഇന്ന് കാണുന്ന ആളുകളുടെ കമൻറ്റും ആ കാര്യങ്ങളുമാണ്. 8 ആൾക്കാർ കളിക്കണമെങ്കിൽ 20 ആൾക്കാർ 25 ആൾക്കാർ അതിൻ്റെ ചുറ്റും ആസ്വദിച്ച് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായൊരു സ്ഥലം തന്നെയാണ്. ഞാനിപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് പറയാച്ചാൽ എനിക്ക് ഒരുപാട് അതൊക്കെ നിന്ന് പോയിട്ട് ഒരുപാട് കാഴ്ചകൾ വന്നത്. ഒരു എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ചില 2 എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ തല, ഉടല് പാമ്പിൻ്റെ, ഇങ്ങനത്തെ കാഴ്ചകളുണ്ടല്ലോ. ഒരു തരം ഓരോ നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കാണുന്ന ഓരോ കാഴ്ചകളുണ്ട്. നമ്മുടെ ജനൻ ടി വിയിലേക്ക് ഒരു അതിഥി കൂടി കടന്ന് വന്നിരിക്കുകയാണ്. അല്ല, പണ്ടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, ഇനിയിപ്പോൾ ചാനൽ മാറിയത് കൊണ്ടാണോ സ്നേഹം കുറഞ്ഞതെന്നറിയില്ല. അനിൽ നമ്പ്യാരോട് സ്നേഹമില്ലാത്തൊരു കാലം ഉണ്ടാവില്ല. ആദ്യം മുതലുള്ള സ്നേഹം വ്യക്തിപരാ, സൂര്യകാലം മുതലുള്ള ജയതിവേട്ടൻ അനിൽ നമ്പ്യാരൊക്കെ കൂടിയിട്ടുള്ള സൂര്യകാലം മുതലുള്ള നമ്മുടെ സ്നേഹമാണ്. വിദ്യാർത്ഥി നേതാവായിരുന്നു. അതെ. ASF-ലുള്ള സമയത്തും AYF-ലുള്ള സമയത്തും ഒക്കെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അന്ന് 2 ചാനലുകളിൽ ഉണ്ടായിരുന്നു. അപ്പോ അല്ല, അന്ന് നമ്മളെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ പോകുന്നു പൂരം? പൂരം ഗംഭീരമാണ്. ഒരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ ഹാപ്പി പൂരം. ഒരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ പൂരത്തിന്റെ നടപടിക്രമങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇന്നലെ സാമ്പിൾ നന്നായി, നല്ല ചിട്ടയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. എല്ലാം ഗംഭീരം, ഒരു പ്രയാസവും ഉണ്ടായില്ല. നെയ്തലക്കാവ് ഭഗവതിയുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ടെത്താനുള്ള യാത്രയിലാണ്. മഴ പ്രശ്നമുണ്ടാകില്ല. എല്ലാം മടക്കുന്നത് നോക്കും ധൈര്യമായിട്ട്. ഇവിടെ ഏതാനും സമയങ്ങൾക്കകം നെയ്തലക്കാവ് ഭഗവതി എത്തിച്ചേരുന്നതോടുകൂടി നടക്കാൻ പോകുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കോളൂ. ഒരു മഴയും അവർക്ക് പേടിയുണ്ടാവില്ല, ഒരു പ്രായവും അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല, ഒരു ലിംഗവും അവർക്ക് ബാധകമാകില്ല. അങ്ങനെ കൂടിച്ചേരുന്ന 10,000-ങ്ങളായിരിക്കും ഇന്ന് 11:30 മണി കഴിയുമ്പോൾ ഈ മൈതാനം മുഴുവൻ നിറഞ്ഞ് വരാൻ വേണ്ടി പോകുന്നു. ചാനലുകൾ കയറി തുടങ്ങി. അവർക്കറിയാം ഇപ്പം ക്യാമറ വെച്ചില്ലെങ്കിൽ ഇനി ക്യാമറ വെക്കാൻ പറ്റില്ല. 10 മണിയാകുമ്പോഴേക്കും ജനം ഇവിടെ നിറയും. മഴ ഒരു പ്രശ്നമേ ആകില്ല, ധൈര്യമായി. അപ്പോൾ പൂരത്തിനിടയിൽ കാണാം. ഒന്നങ്ങോട്ട് പോകാനുള്ളത് കൊണ്ടാണ് പൂരത്തിനിടയിൽ ഉറപ്പായിട്ടുള്ളത്. വെടിക്കെട്ട് തുടങ്ങി ആകാശത്ത്. അയ്യോ, അതെ നേരത്തെ വന്നു അല്ലേ? അതെ. നല്ല മഴയുടെ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. മിനിസ്റ്റർ വന്നപ്പോൾ നമ്മുടെ സുഗതയെ മത്സരം അവഗണിച്ചു എന്ന് എനിക്കൊരു സംശയം. ഇല്ല, അദ്ദേഹം തന്നെ പോവുകയാണെന്ന് പറഞ്ഞു പോയതാണ്. പുത്തൻ പുലരി ശക്തന്റെ തട്ടകത്തിൽ, അതുപോലെ വടക്കുന്നാഥന്റെ മണ്ണിലാണ് ഇന്ന് നമ്മൾ പുത്തൻ പുലരിയായിട്ട് നിൽക്കുന്നത്. എന്നോടൊപ്പം മിഥുൻ അയ്യപ്പനോട്. മിഥുൻ, നമുക്കൊരു പൂരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിലേക്ക് പോകാം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിന് സംഗീത സമർപ്പണം ഒരുക്കിയിരിക്കുകയാണ്. പൂരപ്പെരുമാൾ എന്ന ഗാനത്തിലൂടെ ആദിത്യ നായർ, വരുൺ കൃഷ്ണ എന്നീ ഗായകർ
ഒരു നാടിൻ്റെ ഉത്സവ കൂട്ടായ്മയായ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒട്ടും ചോരാതെയാണ് ഈ ഗാനം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. രുടെ ഭംഗിയൊന്നു കാണാൻ പോരെ കിളികളെ. തൃശൂർ തേക്കങ്കാട് മൈതാനത്ത് വടക്കുന്നാഥന്റെ സന്നിധിയിൽ അരങ്ങേറുന്ന താളവാദ്യ വർണ്ണലയങ്ങളുടെ മലയാളിയുടെ തനതു മഹോത്സവത്തിന്റെ ആത്മാവ് പകർന്നെടുക്കുകയാണ് പൂരപ്പെരുന്നാൾ എന്ന ഈ ഗാനം. മുംബൈ ആസ്ഥാനമായുള്ള ആദിത്യ നായർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 10 വയസ്സുകാരൻ ആദിത്യ ജി നായരും വരുൺ ജി കൃഷ്ണയും ചേർന്ന് ആലപിച്ച ഗാനത്തിന് വരികൾ രചിച്ചത് അജീഷ് വല്ലച്ചിറ. പൂരപ്പൊലിമയും അതിന്റെ ആവേശവും അന്തരീക്ഷത്തിൽ നിറയുമ്പോൾ പൂരപ്പെരുമാൾ എന്ന ഈ ഗാനവും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. നിരവധി സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുള്ള ആദിത്യ നായർ മണ്ഡലകാലത്ത് പുറത്തിറക്കിയ കന്നി അയ്യപ്പൻ എന്ന ഗാനവും ഹിറ്റായിരുന്നു. ജനം പുത്തൻപുലരിയിൽ ഇന്ന് മറ്റൊരു അതിഥിയെ കൂടി ലഭിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം ജയരാജ് വാര്യർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പൂരം എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ജയരാജ് വാര്യരെ വിളിക്കുന്നത് അതെ, ആദ്യമായിട്ടാണ് നമ്പ്യാർ വാര്യരെ കാണുന്നത്. സാക്ഷാൽ നമ്പ്യാരാണല്ലോ നമ്മുടെ ഗുരുനാഥൻ, കുഞ്ചൻ നമ്പ്യാർ. അതെ, നിങ്ങൾ കണ്ണൂർ നമ്പ്യാരല്ലേ? തലശ്ശേരി. ഓ ഗ്രേറ്റ്. അപ്പോൾ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഇതുപോലെ മനുഷ്യരെ ഒന്നിച്ച് കാണാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു താളമേള കലയുടെ ഉത്തുംഗതയിൽ കൊട്ടിക്കയറുന്ന എലിഞ്ഞിത്രമേളവും മഠത്തിലെ വരവ് പഞ്ചവാദ്യം കേൾക്കാനും തലപ്പൊക്കമുള്ള ഗജശ്രേഷ്ഠന്മാർ നിരന്നു നിൽക്കുന്നത് കാണാനും അതിനെല്ലാം അപ്പുറത്ത് ആകാശത്തെ പൂരം കാണാനും മണ്ണിലെ പൂരവും മാനത്തെ പൂരവും കാണാനും ഉള്ള ഏറ്റവും വലിയ ഒരു സുവർണ അവസരമാണ് തൃശ്ശൂർ പൂരം. എനിക്ക് തോന്നുന്നു ഒരു 100 കൊമേഴ്സ്യൽ സിനിമയേക്കാൾ പകിട്ടുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരം. ഈ പൂരം തുടരണം. എന്തുകൊണ്ടാ വെച്ചാൽ ഇതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായാലും വടക്കനാഥൻ നോക്കിക്കോളും. പാറമേക്കാവിൽ അമ്മയും അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണനും തിരുവമ്പാടി ഭഗവതിയും ഒക്കെ ഇത് നോക്കിക്കോളുന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ ആകാശത്ത് വെക്കുന്ന ഈ ഇടി വെടിക്കെട്ടുണ്ടോ, അതൊക്കെ വെടിക്കെട്ടും കുടമാറ്റമൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയൊരു സംശയമാണ് ഇപ്പോ. ഇല്ല, വെടിക്കെട്ട് എല്ലാത്തിനും ഒരു ശുഭാരംഭത്തിന് മുൻപ് ചെറിയ വിഘ്നങ്ങൾ നല്ലതാണ് അല്ലേ? ശരിയല്ലേ? തീർച്ചയായും ചെറിയ വിഘ്നങ്ങൾ എല്ലാത്തിനും നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എന്തായാലും വടക്കുന്നാഥൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വടക്കുന്നാഥനോട് തന്നെ പ്രാർത്ഥിക്കേണ്ടി വരും. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. സമാധി കൊള്ളും സച്ചിന്മയാ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്ക ദേവ. ചേട്ടാ, ഞാൻ നേരത്തെ സുനിൽ സുഗത ചേട്ടൻ കൂടെ വന്നപ്പോൾ ചോദിക്കുകയാണെ, ഈ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ജയരാജനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നന്നാകുമെന്ന് തോന്നുന്നു. കാരണം ഈ
പ്രേക്ഷകർക്ക്, അതായത് TV സ്ക്രീനിൽ ഒതുങ്ങാത്ത ചില പൂരവിശേഷങ്ങളുണ്ട്, പൂരപ്പറമ്പിലെ വിശേഷങ്ങൾ. ചേട്ടന് കുറച്ചുകൂടി ഹാസ്യാത്മകമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഈ പൂരപ്പറമ്പ് എങ്ങനെയാണ് പൂരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് സാധാരണക്കാർക്ക്? പൂരപ്പറമ്പിൽ എനിക്ക് തോന്നുന്നത് ചെറിയ സംഭാരം എന്ന് പറയുന്ന മോരും വെള്ളം കച്ചവടം ചെയ്യുന്ന ആളുകൾ മുതൽ ആനപ്പുറത്തിരിക്കുന്ന ആളുകൾ വരെയുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ ആനന്ദിക്കുന്ന ഒന്നാണ് പൂരം. പൂരം ദിവസം ആനകളുടെ വിവിധമായ ഭാവങ്ങൾ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. പൂരത്തിനെത്തുന്ന ആനകളുടെ നോട്ടം, വേറെ ആനയെ നോക്കുന്നത്, ഒരാന മറ്റൊരാനയെ ചാരി നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ ആന മുഖം ചൊറിയുന്നത്, പട്ട കൊണ്ട് അടിക്കുന്നത്, അങ്ങനെയുള്ളൊരു നിരീക്ഷണം. ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു കലാകാരൻ, ഞാനൊരു നിരീക്ഷണ കലയുടെ ആളാണെന്ന് താങ്കൾക്ക് കാരിക്കേച്ചറിസ്റ്റ്. അപ്പം എന്ന് വെച്ചാൽ ഈ നിരീക്ഷണങ്ങളാണ് നമ്മളെ കലാകാരനാക്കിയത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് 8 ഘടകപൂരങ്ങൾ, അതായത് എൻ്റെ നാടായ കണിമംഗലത്ത് നിന്ന് തുടങ്ങി നെയ്തലക്കാവിലമ്മ വരെയുള്ള ഈ ഘടകപൂരങ്ങൾക്ക് എത്തുന്ന ആനകളെ മാത്രം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ, ഈ ആനകളുടെയൊക്കെ ഒരു മാനറിസം തൃശ്ശൂർ പൂരത്തിന് വേറെ മറ്റു പൂരങ്ങളെക്കാൾ. എന്താ കാര്യം വെച്ചാൽ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പൂരമായതുകൊണ്ടും പുതിയതായി തുടങ്ങിയ ഒന്നല്ലാത്തതുകൊണ്ടും ആ ആനകൾക്കൊക്കെ വലിയ ശാന്തതയാണ് ഞാൻ കാണുന്നത്. അത് അവരുടെ കണ്ണുകൾ, ഞാൻ ചില ആനകളുടെ അടുത്ത് കൂടെ പോകുമ്പോൾ ആന എന്നെ കണ്ണുകൊണ്ട് അടിച്ചിട്ട് വരേ ചേട്ടാൻ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൽ വരുന്ന കലാകാരന്മാർ എണ്ണം പറഞ്ഞവരാണ് എല്ലാം. ഇപ്പോൾ മേളകലയിൽ എണ്ണം പറഞ്ഞ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കലാകാരന്മാരാണ് അണിനിരക്കുക. പഞ്ചവാദ്യ കലയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഓരോ കൊല്ലവും പൂരം പുതിയതാണ്. എന്തുകൊണ്ടാണ്, എന്നോടൊരാൾ ചോദിച്ചു, തെക്കൻ നാട്ടിലുള്ള ഒരാൾ ചോദിച്ചു, എന്തത്ര പ്രത്യേകത പൂരത്തിന്? പൂരം രാവിലെ തുടങ്ങുന്നു, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവസാനിക്കുന്നു. അവിടെ ഒരു കലാപരിപാടി ഇല്ലല്ലോ, അവിടെ വേറെ ഞാൻ പറഞ്ഞു, പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുടെ ഉത്സവമാണ്. അതിൽ സംഗീതത്തിൻ്റെ, നാദത്തിൻ്റെ, താളത്തിൻ്റെ, നിറങ്ങളുടെ, ശബ്ദഘോഷങ്ങളുടെ, ആൾക്കൂട്ടത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, പങ്കിടലിൻ്റെ, കരുതലിൻ്റെ ഒക്കെ മഹോത്സവമാണ് പൂരം. പൂരം ഒരു ചെറിയ സംഭവമല്ല. പൂരം എന്ന് പറഞ്ഞാൽ വലിയ ക്യാൻവാസിൽ കാണുകയും മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന് എല്ലാവർക്കും ഓരോന്നുണ്ട് പൂരത്തിൽ, സ്പെഷ്യലൈസ്ഡ് ഐറ്റംസ്. ചിലർ ഈ ഘടകപൂരം കഴിഞ്ഞാൽ പോവും, ചില ആൾക്കാർ ഇലഞ്ഞിത്ര മേളത്തിന് മാത്രമേ വരുള്ളൂ. കാരണം അത് മേളത്തിൻ്റെ ആസ്വാദകർ. ചിലർ ദേവവാദ്യമായിട്ടുള്ള പഞ്ചവാദ്യം ആസ്വദിക്കാൻ മാത്രമേ വരുള്ളൂ. ചിലർ ഈ ഇവിടെ തെക്കോട്ടിറക്കം കാണാൻ വേണ്ടി മാത്രം വരും. ചില ആളുകൾ ഇതിനൊന്നും വരില്ല, വെറുതെ അലയാൻ വരും. ചിലർ വെടിക്കെട്ടിന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ചൂസ് ചെയ്യാം, നിങ്ങൾ ഏത് കാണണം ചൂസ് ചെയ്യാം. ചിലർ ഈ എന്താ പറയുക, നെറ്റിപ്പട്ടം ധരിക്കാത്ത, കോലവും കുടയും വെക്കാത്ത, കുടമണികൾ കെട്ടാത്ത, കറുത്ത ആനയെ മാത്രം കാണാൻ വേണ്ടി വരുന്ന ആനപ്രേമികളുണ്ട്. ആനയുടെ നിൽപ്പ്, ആനയെ കുളിപ്പിക്കാൻ നിർത്തും തലേ ദിവസം. ഫിറ്റ്നസ്, അവിടെയൊക്കെ ആനപ്രാന്തന്മാർ നോക്കി നിൽക്കുന്ന കാണണം. വെള്ളറക്കുക, കളഭം മാത്രമേ ചൂടി ഉണ്ടാവുള്ളൂ. അതെ അതെ, കളഭം മാത്രം നെറ്റി ചൂടി ഉണ്ടാവുള്ളൂ ആന. അതെ, അല്ല, ആനയും കളഭമാണല്ലോ. തീർച്ചയായും കളഭം ചൂടിയ കളഭം ആണ് ആന. അല്ല ജയരാജേട്ടാ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾക്ക് ഏറ്റവും പ്രിയ ഏതാ? എനിക്ക് ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞേക്കാവും തിരുവമ്പാടി എനിക്ക് 2 കണ്ണ് പോലെയാണ്. അപ്പോൾ എനിക്ക് തിരുവമ്പാടിയുടെ മഠത്തിലെ വരവ് പഞ്ചവാദ്യം ഏറ്റവും ഇഷ്ടം, ഇലഞ്ഞിത്രമേളം ഇഷ്ടം. കാരണം ഈ മഠത്തിലെ വരവ് പഞ്ചവാദ്യത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആദ്യകാലത്ത് പഞ്ചവാദ്യം ഇങ്ങനെ ആയിരുന്നില്ല. തിരുവല്ലാമല വെങ്കിച്ചസ്വാമിയും അന്നമല അച്യുതമാരും കൂടെ പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് തൊപ്പി മദ്ദളത്തെ അരയിലേക്ക് മാറ്റി അതിന് അതാണല്ലോ അതിൻ്റെ അമർത്തി താളം പിടിക്കുന്നത്. ഇതിനെ ആദ്യമായിട്ട് അവതരിപ്പിച്ച് മഠത്തിലെ വരവിലാണ്. എത്ര വർഷം മുമ്പ്? 228 വർഷങ്ങൾക്ക് മുൻപ്. അതാണ് ഈ മഠത്തിലെ വരവ് പഞ്ചവാദ്യത്തിൻ്റെ പ്രത്യേകത. അതായത് പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയ പഞ്ചവാദ്യം ആദ്യമായി അരങ്ങേറിയ സ്ഥലം എന്നാണ് തിരുവമ്പാടി പഞ്ചവാദ്യത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ഇലഞ്ഞിത്രമേളം എന്താ പറയേണ്ടത്, ഒരു 300ഓളം കലാകാരന്മാർ ചെണ്ടയിട്ട് നിൽക്കുന്നു. അപ്പോൾ 600 കൈകൾ, അതായത് മൃത്യുഞ്ജയ ശങ്കര ശങ്കര ശംഭു, സാക്ഷാൽ നൃത്തനാഥനായിട്ടുള്ള വടക്കുന്നാഥൻ്റെ മുമ്പിൽ 300ഓളം ചെണ്ടകള് സിംഫണി ഒരുക്കാണ്. ഈ 300ഓളം ചെണ്ടകളിൽ അമരുന്നത് 600ഓളം കൈകളാണ്. എന്തൊരു
എന്താണത്? അപ്പോൾ അതിലെ അപ്പോൾ ഏതാ കേമെന്ന് പറയുന്നത്? ഇതുപോലെ നിരീക്ഷിക്കണം, ഇതുപോലെ അല്ലേ ഒബ്സർവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പൂരം കൂടുതൽ ആസ്വാദ്യകരമാണ്. തീർച്ചയായിട്ടും. ചേട്ടാ 600 കൈകൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലോ പിന്നെ അയ്യോ അല്ലേ? അതെ. ചേട്ടാ അനിലേട്ടൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ആദ്യം പൂരം കാണുകയാണ് വീണ്ടും. ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ, പൂരം കാണാനുള്ള ഒരു ടിപ്പ്. പൂരം കാണാൻ ഒറ്റ വഴിയുള്ളൂ. കാരണം കാലത്തൊരു 7 മണിയാകുമ്പോൾ കടിമന ശാസ്താവത്തേക്ക് കയറും. അത് കഴിഞ്ഞാൽ ചെമ്പുക്കാവ് കയറും. അതിൻ്റെ പിന്നാലെ പനമുക്കമ്പള്ളി കയറും. അതിൻ്റെ പിന്നാലെ നമ്മുടെ കാനമുക്ക് ഭഗവതി കയറും. പിന്നെ നെയ്തലക്കാവ് വരെയുള്ള ഈ ഘടകപൂരങ്ങൾ കയറി പൂരത്തിൻ്റെ 2 വലിയ ശക്തികളായിട്ടുള്ള തിരുവമ്പാടിക്കും പാറമേക്കാവിനും തൃശ്ശൂർ പൂരത്തിൻ്റെ ഘോഷത്തിലേക്ക് ഉള്ള അരങ്ങൊരുക്കുകയാണ് ഘടകപൂരങ്ങൾ. ഘടകകക്ഷികൾക്കല്ലേ ആദ്യം പ്രാധാന്യം കൊടുക്കുക, പിന്നെ അല്ലാതെ. ഘടകകക്ഷികളില്ലെങ്കിൽ അതെ. അപ്പോൾ ഈ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ചെറുപൂരങ്ങളെന്ന് വിളിക്കരുതെന്നാണ് ഘടകക്ഷേത്രങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അത്ര ചെറുതൊന്നും അല്ല. അതെ അതെ, ചെറുപൂരം എന്നുള്ളത് മാറ്റിയിട്ട് ഘടകപൂരം മാറ്റി. അല്ല, അത് മാറ്റി. ഇപ്പൊ പത്രത്തിലെല്ലാം ഘടകപൂരം എന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഈ ഘടകപൂരങ്ങൾ വന്നിട്ട് ഒരു വലിയ അന്തരീക്ഷം ഒരുക്കുകയും 7:30 ഇതിങ്ങനെ വന്ന് കയറുന്നതിൻ്റെ 7:30 തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് വെച്ച തിരുവമ്പാടി കൃഷ്ണന്റെ കോലമാണ്. കോലത്തിൽ നമ്മൾ കാണുന്നത് കൃഷ്ണനാണ്, മയിൽപ്പീലി ചൂടിയ കൃഷ്ണനാണ്. പക്ഷേ തിടമ്പ് അമ്മയുടെയാണ്. തിരുവമ്പാടി ഭഗവതിയാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് അവിടെ കൃഷ്ണൻ വരുന്നത്. പക്ഷേ ശക്തൻ തമ്പുരാന് തിരുവമ്പാടി കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട്, വാത്സല്യം കൊണ്ടെന്നാണ് പറയണേ, കോലത്തിൽ കൃഷ്ണൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ വിപ്ലവകാരിയല്ലേ അങ്ങനെ. അങ്ങനെ അതാണ്. അപ്പോൾ തിരുവമ്പാടി ഭഗവതിയുടെയാണ് പൂരം, പാറമേക്കാവ് ഭഗവതിയുടെയാണ് പൂരം. ഈ 2 ഭഗവതിമാരുടെ പൂരം വന്ന് കയറുന്നതിന് മുമ്പ് ഒരു കളമൊരുക്കുകയും ആ അന്തരീക്ഷത്തിൽ 7:30 അവിടെ നിന്ന് തിരുവമ്പാടി പുറപ്പെട്ട് മഠത്തിൽ വരികയും അവിടെ ഇറക്കി പൂജയ്ക്ക് ശേഷം 11:30 പഞ്ചവായത്തിൽ തുടങ്ങുകയും 12 മണിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പട കൊട്ടി കയറി, അത് കഴിഞ്ഞ് മേളം തുടങ്ങി കൊലുമ്പരി കഴിഞ്ഞ് കലാശിച്ച് അത് ഇലഞ്ഞിത്തറയിലേക്ക് വരികയും 2:30 മുതൽ 4:30 വരെ ഇലഞ്ഞിത്തറയിൽ ഇങ്ങനെ കൊട്ടിക്കയറി മേളം പെരുക്കി കലാശിക്കുകയും പിന്നീട് ഭഗവതിമാർ ഇവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ ആഘോഷമാണ് പകൽ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1000കണക്കിന് ഇവന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും തെക്കേ ഗോപുരത്തിന്റെ അവിടെ നടക്കുന്ന ഇവന്റാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇവന്റ്. ഏറ്റവും വലിയ അതിന്റെ ഇവന്റ് മാനേജർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, സർവം നടത്തുന്നാഥൻ. അല്ല, ഇതിലൊന്നും പങ്കാളിയല്ല. നെയ്യിലൊളിച്ചിരിക്കുന്ന രുദ്രനാണ്. ഈ കണിമംഗലം ശാസ്താവ് ദേവഗുരുവായ ബൃഹസ്പതിയാണ്. അദ്ദേഹം വടക്കുന്നാഥന് ഈക്വല എന്നാ പറയുന്നത്. അപ്പൊ ബൃഹസ്പതി വന്നിട്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വണങ്ങുന്നില്ല. ഈ തെക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറ് ഗോപുരം കയറിക്കും. മറ്റെല്ലാ ദേവകളും വന്ന് വടക്കുന്നാഥനെ വണങ്ങും. എന്താ കാരണം? ദേവഗുരുവായ ബൃഹസ്പതി വടക്കുന്നാഥന്റെ നടയിൽ എത്തുകയാണെങ്കിൽ വടക്കുന്നാഥ എണീറ്റ് നിൽക്കണം എന്നാ പറയുക. അതാണ് കൺസെപ്റ്റ്. എന്തൊരു വലിയ സംഭവം. പിന്നെ 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 എഴുതിയിട്ടില്ലേ ഇതിനെ കുറിച്ച്? ഞാൻ ഇഷ്ടം പോലെ എഴുതിയില്ലേ. വലിയ വലിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? പുസ്തകം ഇറക്കി. അല്ല, അതാ ഞാൻ പറയുന്നത്, അതൊരു വേണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം പൂരം കഴിയും തോറും എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? അത് ആ പങ്കാളിത്തം കൂടി വരുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ആ ഒരു വൈബ് അല്ലേ? ഞാൻ പറയുന്നത് നമ്മൾ തൃശ്ശൂർ പൂരം എന്തുകൊണ്ടാണ് ഓരോ വർഷവും പൂരം പുതിയതാണ്. അതിൻ്റെ ചടങ്ങുകൾ വളരെ കൃത്യമായ ആചാരപ്പഴമയോടെ നടക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും പൂരം കൊടിയേറുന്നുണ്ട്. അവിടെ തന്ത്രി മുതലായ ആളുകളുടെ നേതൃത്വത്തിൽ പല പൂജകളും നടക്കുന്നുണ്ട്. പൂരം ദിവസം അതൊരു കാഴ്ചയും ഉത്സവവും ഒരു വസന്തോത്സവമായി മാറുകയാണ്. എല്ലായിടത്തും ട്രഡീഷണലായ ചിട്ടവട്ടങ്ങളോടെയാണ് നടക്കുന്നത്. ഒരു ഭഗവതി കണിമംഗലം ശാസ്താവിന് വരാൻ വെയിലും മഴയും വെയിൽ കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് നേരത്തെ വരുന്നത് 7 മണിക്ക് ദേവഗുരുവിന്. വേറൊരു ഭഗവതിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, തലവേദന വരുന്ന പറയണത്. ഇങ്ങനെയൊക്കെയാണ് കഥകൾ. ഏതാ ഭഗവതി എന്ന് ഓർക്കുന്നില്ല. ആ ഭഗവതിക്ക് തലവേദന വരും. അത് കാരണം അവര് വെയിലിന് ഒന്ന് കയറിക്കും. മിണ്ടാത്ത സഹോദരിമാരുണ്ട് ഭഗവതി. കണ്ടാൽ മിണ്ടാത്ത. അതുകൊണ്ടല്ലേ ഇവിടുന്ന് പോയിട്ട് ഒരു പൂരം ഇവിടുന്ന് പോയി ഇറങ്ങിപ്പോയിട്ട് പാറമേക്കാവിൽ ചെന്നിട്ട് ഇനി നമുക്ക് എഴുന്നള്ളിച്ച് തുടങ്ങാമെന്ന് പറയുന്ന ഒരു പൂരമുണ്ട്. പാറമേക്കാവിൽ എഴുന്നള്ളിച്ച് വെക്കും. ഇതിന്റെ പിന്നിലുള്ള നമ്മുടെ സംസ്കാരമാണിത്. ഇത് കേരളത്തിൻ്റെ സംസ്കാരമാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ കലയുടെ ഉജ്ജ്വല പ്രകടനമാണ്. നമുക്കൊക്കെ ഈശ്വര വിശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈശ്വരനാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം അതിനൊരു കല,
പണ്ട് ക്ഷേത്രങ്ങളിലൂടെയല്ലേ കലയൊക്കെ വളർന്നത്. ഏത് കലാകാരന്മാരും വളർന്നത് ക്ഷേത്രപ്പറമ്പുകളിൽ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ചാക്യാർകൂത്തായാലും ഓട്ടംതുള്ളലായാലും കഥകളി ആയാലും അതിനു മുമ്പുള്ള കൃഷ്ണനാട്ടമായാലും രാമനാട്ടമായാലും തുടർന്ന് വന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ കലയായാലും വി സാംബശിവൻ സാർ അടക്കം. അയ്യോ, അനീഷ്യ എനിക്കൊരു അവാർഡ് കിട്ടി അദ്ദേഹത്തിന്റെ പേരിൽ. ആണോ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇവരെല്ലാം ഉത്സവപ്പറമ്പുകളിലൂടെ വന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക, ക്ഷേത്രാചാരങ്ങൾ നിലനിർത്തണം. ആന എഴുന്നള്ളിപ്പിനെ എതിർക്കാൻ പാടില്ല. എന്നോടൊരാൾ, ഞാനൊരു മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോൾ ചോദിച്ചു, എന്നോട് ചോദിച്ചു, ഒരു കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അവരെന്ത് വെച്ചാൽ ഈ മറ്റേ ആനയെ, റോബോട്ടിക് ആനയെ കൊണ്ടുവന്നു. അപ്പം ഞാൻ എൻ്റെ പേര് അതിൽ ചേർത്ത് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാനവിടെ പൂരവിളംബരം നടത്താൻ പോയതാ, അവരെ ആന ഓടിക്കുന്നതിന് കൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പറയുന്നത് ആന എഴുന്നള്ളിപ്പ് വേണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വാക്ക് പിടിച്ചിട്ടാണല്ലോ ഈ പറയുന്നത്, കരിയും വേണ്ട കരിമരുന്നും വേണ്ടെന്ന്. പക്ഷേ കരിയും കരിമരുന്നും ഇല്ലെങ്കിൽ എന്ത് പൂരം? അതെ അതെ, തീർച്ചയായും നമ്മുടെയാണ് പൂരം. അല്ല, അത് മാത്രമല്ല ജയരാജേട്ടാ, എനിക്ക് ഇന്നലെ വലിയ സങ്കടം തോന്നി. കാരണം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സൃഷ്ടാവ്, ശില്പി നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുന്നത് താങ്കൾ കണ്ടോ? അത് ഇതിലപ്പുറം ഞാൻ കോർപ്പറേഷനിൽ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി, പിന്നെ ഒന്നും കണ്ടില്ല. ഞാൻ അറിഞ്ഞു അത്. എന്താ ചെയ്യാ? അല്ല അതൊക്കെ ഈ മാധ്യമങ്ങൾ വന്നല്ലോ. അതെ അതെ, വന്നു. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് തൃശ്ശൂര് കോർപ്പറേഷൻ ഭരിക്കാനും ഒക്കെ കുറെ കൂടി പ്രാപ്തരായിട്ടുള്ള ആളുകൾ വരണം എന്നുള്ളത്. ഞാൻ രാഷ്ട്രീയം പറയല്ല, പക്ഷെ എങ്കിലും അല്ലേ, ഇതെല്ലാം അറിയാവുന്ന ആ വിവേകം പൂർവ്വം പെരുമാറും. അല്ല, അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല്, അർഹതയുള്ള എത്ര പേരുണ്ട്, എത്ര സീറ്റില്, ഏതൊക്കെ ഇരിപ്പിടങ്ങളിലും ഇരിക്കുന്നവരെ നമ്മൾ നോക്കിക്കോളൂ, പരിപൂർണരായും അർഹരാണ്. അല്ല, അർഹതയുള്ളവരെ പിന്തള്ളുകയും അർഹതയില്ലാത്തവരെ പിടിച്ചിരുത്തിയിട്ട് വെറും റോബോട്ടുകളാക്കുന്ന പരിപാടിയല്ലേ നടക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനമാണ്, സംസ്കാരമുള്ളവർ വേണം. ഞാൻ എന്തായാലും രാഷ്ട്രീയത്തിലില്ല കേട്ടോ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളൊരു മോഹമില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് പറ്റില്ല. അത് എനിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു കലാകാരനല്ലേ. എനിക്ക് എവിടെയെങ്കിലും നർമ്മം കണ്ടെത്തണം, ആ നർമ്മത്തെ കോടികളിലേക്ക് എത്തിക്കണം. അതായത് ഒരു ഇപ്പം എനിക്ക് പൂരമായിട്ട് ഒരുപാട് നർമ്മങ്ങൾ കിട്ടും. അതായത് പത്മനാഭൻ ഉണ്ടോയെന്ന് ചോദിച്ചു ഒരു തെക്കുള്ള ഒരാൾ വന്നിട്ടേ, തിരുവമ്പാടി അമ്പലത്തിൽ പോയിട്ട്, പാറമേക്കാവ് അമ്പലത്തിൽ പോയിട്ട് രാമേന്ദ്രൻ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ രാമേന്ദ്രനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എന്ത് ഈ രാമേന്ദ്രനെ കുളിപ്പിക്കാൻ അത്രമാത്രം കുഴപ്പമായോ? ഇയാൾ ചോദിക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നിൽക്കാം, അവിടെ എല്ലാവരെയും എനിക്കറിയാമെന്ന് പറഞ്ഞ സുഹൃത്ത് രാമേന്ദ്രനെയാണ്. പക്ഷെ ദേവസ്വക്കാർ വിചാരിച്ച് രാമേന്ദ്രൻ ആനയെന്ന് വിചാരിച്ചു. ഇയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. ദിവസങ്ങൾ ഒരൊറ്റ രാമേന്ദ്രനല്ലേ ഉള്ളൂ. പൂരം ദിവസം മനുഷ്യന് പേരില്ല, മനുഷ്യനെല്ലാം ഒന്നാണ്, പേരുള്ളത് ആനകൾക്കാണ്. ദാ വരുന്നു അർജുനൻ, അതാ വരുന്നു ചന്ദ്രശേഖരൻ, ദേ വരുന്നു ശിവസുന്ദരൻ, അതാ വരുന്നു നന്ദൻ. അങ്ങനെ ആനകൾക്ക് മാത്രം പേരും പെരുമയും ഉള്ള ഒരു നാടാണ്. അതുപോലെ മേള വിദഗ്ധര്, ദേ വരുന്നു കിഴക്കോട്ടാനിയേട്ടൻ, ദാ വരുന്നു നന്ദപ്പൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോറ്റാനിക്കര നന്ദപ്പൻ, ദേ വരുന്നു നമ്മുടെ പരമേട്ടൻ, അതാ വരുന്നു മറ്റേ തങ്കപ്പൻ ചേട്ടൻ. അങ്ങനെ വാദ്യകലാകാരന്മാർക്കും ആനയ്ക്കും മാത്രമേ പേരുള്ളൂ. ജയരാജ് വാര്യരും ഇല്ല, അനിൽ നമ്പ്യാരും ഇല്ല, മിഥുനൊന്നുമില്ല. കാരണം നമ്മളെല്ലാം ഇതിലങ്ങ് അലിയും, ഒഴുകും. ഭരിതം പറയണ ആള് വന്നു. ഞാനങ്ങടെ വാര്യത്തൊക്കെ പോവാണല്ലേ. അപ്പൊ വളരെയധികം നന്ദി കേട്ടോ. എന്തായാലും എഴുതാം, പുസ്തകം എഴുതണം, യു മസ്റ്റ് കേട്ടോ. അതിൽ ആർട്ടിക്കിൾ അല്ല, അതൊരു അവിടെ കിടക്കും. അതെ, നമ്മുടെ ഡോക്യുമെന്റ് ആണ്. എന്റെ പൂരം കണ്ട കണ്ണുകൾ. യെസ്, അതെ. താങ്ക് യു അനിൽ. പെട്ടെന്ന് വളരെ കാലത്തിന് ശേഷം താങ്കളെ കണ്ടതിൽ സന്തോഷം. കാണാം. അനിൽ നമ്പ്യാർക്ക് ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ. മിഥുനും ജനൻ ടിവിയുടെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ. എല്ലാവരും വടക്കുന്നതിനെ പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ കൂടൽമാണിക്യത്തിൽ പോയിട്ട് ഓരോ താമലമാരെ നേരുക. തീർച്ചയായും പാറമേക്കാവിലെ അമ്മയും തിരുവമ്പാടി കണ്ണനെയും പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ. താങ്ക് യു. പുത്തൻപുലരിയിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്, എൻ്റെയും മിഥുൻ്റെയും നടുവിലായിട്ട് നിൽക്കുന്നത് ശ്രീ നന്ദകിഷോർ,
നന്ദകിഷോറിനും ഞാൻ നേരത്തെ ജയരാജ് വാര്യരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു മുഖപുരയുടെ ആവശ്യമില്ല. ആവശ്യമില്ല. തൃശ്ശൂരുകാർക്ക് സുപരിചിതനാണ്, മലയാളികൾക്ക് സുപരിചിതനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂരം അതെ അതെ അനുഭവങ്ങളിലോട്ട് അദ്ദേഹത്തിന്റെ ഈ പൂരാനുഭവങ്ങൾ കേൾക്കാൻ വളരെ രസമാണ്. ഈ സ്വതസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ ശൈലിയിലും അതുപോലെ തന്നെ ചാക്യാർ കൂത്തിന്റെ എല്ലാം ശൈലിയിൽ അദ്ദേഹത്തിന്റെ ഒരു പറച്ചിലുണ്ട്. പൂരത്തിന്റെ ഓരോരോ ഘടകക്ഷേത്രങ്ങൾ വരുന്നതിനെല്ലാം അത് അതിമനോഹരമാണ്. എല്ലാ വർഷവും അത് കേൾക്കാത്ത മലയാളികളില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇന്നിപ്പോ ഈ പൂരം കുറച്ച് നേരത്തെ തുടങ്ങി, വെടിക്കെട്ടും കുടമാറ്റമൊക്കെ ഇപ്പൊ നേരത്തെ തുടങ്ങിയെന്നൊരു തോന്നണേ. വെടിക്കെട്ടല്ല, ഇപ്പൊ നടക്കുന്നത് ഇടിക്കെട്ടാണ്. ഇതിന് പെസോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് യാതൊരു നിയമങ്ങളും ബാധകമല്ല. ഇതിന് ആര് വിചാരിച്ചാലും ഇതിന്റെ റിമോട്ടൊന്നും അറിയില്ലല്ലോ. ഇത്ര ഇന്റൻസിറ്റിയിലെ പൊട്ടിക്കാൻ പറ്റുള്ളൂ, ഇത്ര ഡെസിബിളിലെ ഇടി പാടുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നൊരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ മഴ ഇങ്ങനെ 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 നിൽക്കുക. അപ്പം അതുകൊണ്ട് നാളെ ആകുമ്പോഴേക്കും ഇത് ക്ലിയർ ആവുന്ന ഒരു ശുദ്ധി നടക്കുമല്ലോ എല്ലാ കർമ്മത്തിനും മുമ്പ്. അങ്ങനെ ഒരു ഈ എന്താ പറയുക, പ്രതിഷ്ഠയ്ക്കൊക്കെ ജലാധിവാസം എന്ന് പറഞ്ഞ മാതിരി ഒരു ജലം കൊണ്ട് പഞ്ചഭൂതങ്ങളിൽ ശുദ്ധി വരുത്തുന്ന അഗ്നിയും ജലമാണ്. അപ്പോൾ ഈ ജലം കൊണ്ട് ഒരു ശുദ്ധി വരുത്തി നഗരം വൃത്തിയാക്കാന്ന് അപ്പോൾ ഇതിനെ കണക്കാക്കണം. പഴയ ആളുകൾ പറയണത് എങ്ങനെയാ വെച്ചാൽ തൃശ്ശൂർ പൂരത്തിന് മഴ പെയ്ത 2 ഡയന വെച്ചാൽ ഇത്ര മഴ പോകുന്നു. അപ്പോൾ ഈ മഴ മാറുന്നതന്നെ നമ്മുടെ പ്രതീക്ഷ. അതെ അതെ. പിന്നെ തൃശ്ശൂര് ശരിക്കും ശകാരം ആണ്. ശകാരം എന്ന് പറഞ്ഞാൽ ചീത്ത പറയുന്നൊരു അർത്ഥമുണ്ട്. ശിവൻ കൊടുക്കുന്നത്, ശങ്കരാചാര്യർ ശക്തൻ തമ്പുരാൻ അപ്പൊ ശകാരത്രയം ആണെന്ത് തൃശ്ശൂർ. ഞാൻ ചീത്ത പറയുന്ന അർത്ഥത്തിലല്ല. ആ അപ്പൊ ഇത് വടക്കുന്നാഥൻ്റെ തൃശ്ശൂര് നമ്മളെ അനലൈസ് ചെയ്താൽ വടക്കുന്നാഥൻ്റെ ഇതിന്റെ ഒരു ടോപ്പ് എന്താ പറയുക, ഭൂമിശാസ്ത്രപരമായ ഘടന. വടക്കുന്നാഥൻ്റെ അകത്ത് സത്വഗുണം, അതിൻ്റെ ഒരു ശബ്ദവും കേൾക്കില്ല. നിങ്ങൾ ഈ ഗോപുരം കിടന്ന യാതൊരു ശബ്ദവും പിന്നെ കേൾക്കില്ല. അത് ഇങ്ങനെ ഒരു നഗരം പുറത്തുണ്ടോന്ന് പോലും ഒന്നും അറിയില്ല. തേക്കിൻകാട്ടിലേക്ക് പൂരപ്പറമ്പ് എന്ന് ഇപ്പോൾ വിളിക്കുന്ന, പഴയ കാലത്ത് തേക്കിൻകാട് എന്ന് വിളിച്ചിരുന്നാൽ ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്നുകൂടി വിളിക്കുന്നത്. അവിടേക്ക് ഇറങ്ങിയ അത് രജോ ഗുണം, അത്യാവശ്യം ലഹളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൗണ്ടിലേക്ക് ഇറങ്ങിയ തനി തമോ ഗുണം, ദേവരാജ് അടക്കം സർവ്വ ഒരു ഗുണം. അപ്പം അങ്ങനെ ഒരു ത്രിഗുണങ്ങളുടെ സമ്മിശ്രമാണല്ലേ, ത്രിഗുണങ്ങളുടെ ഒരു സംഭവം തൃശ്ശൂർ നഗരത്തിലുണ്ട്. അപ്പോൾ ഈ ശിവന്റെ അവതാരം തന്നെയാണ് ആര്യ വാസ്തവത്തിൽ ശങ്കരാചാര്യ. ആ ശങ്കരാചാര്യക്ക് ശേഷം തൃശ്ശൂരിൻ്റെ പേര് ഉയർത്തിയത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ തട്ടിയിടാൻ KSRTCക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരാൾക്ക് ശക്തൻ തമ്പുരാൻ്റെ പേര് പറയാൻ പോലും ധൈര്യമില്ല. അത് പിന്നെ പോട്ടെ. അപ്പം ആ ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്ത ഒരു നഗരമാണ് ഈ നഗരത്തെക്കുറിച്ച് ഒരു പുത്തഴുത്ത് രാമനൻ്റെ തൃശ്ശൂർ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പ്രൊഫസർ ഗഡീസ് എന്ന് പറയുന്ന ഒരു ടൗൺ പ്ലാനർ പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു നഗരത്തിൽ ഒരു ക്ഷേത്രവും അതിനെ കേന്ദ്രീകരിച്ച് പ്രദക്ഷിണ വഴി എന്നാണ് പറയുക. സ്വരാജ് റൗണ്ടിന് പൊതുവെ പറയുന്ന പേര് പ്രദക്ഷിണ വഴി. കാരണം തൃശ്ശൂർ കൂടി ഒരാൾക്കും വടക്കുന്നതിനെ പ്രദക്ഷിണ വയ്ക്കാണ്ട് പോകാൻ പറ്റില്ല. റൗണ്ടിൽ കയറി ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം അത് പ്രദക്ഷിണ വഴിയാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രം അതിനെ കേന്ദ്രീകരിച്ച് 4 ഭാഗത്തേക്ക് പോകുന്ന വഴികളും. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതാ സായിപ്പിൻ്റെ മനസ്സാന്ന് വിചാരിക്കണം. ഞാനാണെങ്കിൽ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പണിയാണ്. അപ്പോൾ അത് സായിപ്പന്മാരുടെ കമ്പോളത്തോടുള്ള ശക്തനമ്പുരാൻ വളരെ അങ്ങനെ ശക്തനമ്പുരാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ ഇത്ര കഠിനമായ ശിക്ഷ കൊടുത്തിരുന്ന, അത് കർശനമായ ശിക്ഷ കൊടുക്കാണ്ട് ജനങ്ങളെ നേരെയാക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കണം കാരണം. കഠിന ശിക്ഷ കൊടുത്തിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ആ ആളുടെ മനസ്സിൽ ഇത്ര സൗന്ദര്യ സങ്കല്പമുള്ളൊരു പൂരം എന്ന ആശയം എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകം. ഈ ആറാട്ടുപുഴ പൂരം ഇപ്പോഴും ഉണ്ടോ? ആറാട്ടുപുഴ പൂരം ഇപ്പോഴും ഉണ്ടല്ലോ. അത് 1400 ചില്ലാനം വർഷം കഴിഞ്ഞു. അപ്പൊ ആറാട്ടുപുഴ പൂരം പണ്ട് തൃശ്ശൂർ പൂരത്തിന് പോയിരുന്ന ആളുകൾക്ക് ആറാട്ടുപുഴയ്ക്ക് പോയതും അത് ഈ രാഷ്ട്രീയ പാർട്ടി പിളരുന്ന പോലെ പൂരം പിളർന്നിട്ടാണ് ഇത് ഉണ്ടായിരുന്നൊരു കഥയൊക്കെ ഉണ്ട്. അത് അങ്ങനെ അല്ലാന്നും ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ആറാട്ടുപുഴ പൂരം അനാദിയായി നടന്നു വരുന്നതാണ്, വളരെയധികം കാലമായിട്ട് നടന്നു വരുന്നതാണ്. ഇവിടെ ഇപ്പം 228ാമത്തെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇത് ഇപ്പൊ 228 കഴിഞ്ഞു, 29ാമത്തെ പൂരം. അപ്പൊ ശക്തമ്പുരാന്റെ കാലത്ത് ഡിസൈൻ ചെയ്ത് ഈ പൂരത്തിനെ കവച്ചു വെക്കാവുന്ന പിന്നെ ഇതിലൊരു പ്രത്യേകത, ഈ എങ്ങനെ നോക്കിയാലും ജനം വളരുന്നുണ്ട് പൂരത്തിന്റെ വരുന്ന. പക്ഷെ അതിനനുസരിച്ച് നഗരം വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നഗരത്തിന്റെ ഈ ശബരിമല സന്നിധാനത്തെ ആളുകൾ കൂടുമ്പോൾ സന്നിധാനം വളർത്താൻ പറ്റില്ല. അതെ എന്ന് പറയുന്നവർ പൂരത്തിൻ്റെ ഈ റൗണ്ട് ഒരു ഷെയ്പ്പുള്ള, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പ്രാദേശികവാദമൊന്നുമല്ല, ഷെയ്പ്പുള്ളൊരു നഗരം തൃശ്ശൂർ മാത്രമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഷെയ്പ്പ് എന്താ? അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടാവില്ല.
ഇല്ല. കോഴിക്കോടിന്റെ ഷേപ്പ് എന്താ? ടൗൺ പ്ലാനിങ് ഇല്ല. പോട്ടെ, എറണാകുളത്തിന്റെ ഷേപ്പ് എന്താ? തൃശ്ശൂരിന്റെ ഷേപ്പ് റൗണ്ടാണ്, വൃത്തത്തിൽ ഒരു നഗരമാണ്. എന്താ വൃത്തം എന്ന് ചോദിച്ചാൽ ശാർദൂല വിക്രീഡിതം. ശാർദൂലം വെച്ചാൽ പുലി, വിക്രീഡം എന്ന് പറഞ്ഞാൽ കളി, പുലിക്കളി നടക്കുന്ന വട്ടം, ശാർദൂല വിക്രീഡം വൃത്തം. ആ വൃത്തത്തിലാണ് അവിടെ ആളുകൾ കൂടി വരിക എന്ന് പറയുകയും ബിസിനസ് സ്ഥാപനങ്ങൾ വരിക, ആസ്പത്രികൾ വളരുക. അവിടെ ഈ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എങ്ങനെ പൊട്ടിക്കാം, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ എങ്ങനെ പൂരം നടത്താം എന്നുള്ളതാണ് ആധുനിക പൂര സംഘാടനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 8 ദേവിമാരും ദേവി അഷ്ടകം, 2 ദേവന്മാരുമാണ്, 2 പുരുഷന്മാർ ദേവന്മാരെ തൃശ്ശൂർ പൂരത്തിലുള്ളൂ. അതൊന്ന് പനമുക്കംപള്ളി ശാസ്താവും, പിന്നൊന്ന് ഈ ഇവിടുത്തെ കണിമംഗലം ശാസ്താവ്. കണിമംഗലം എന്ന് പറഞ്ഞാൽ കണിക്ക് മംഗലമായ കണി, ഓസ്പീഷ്യസ് വിഷ്വലാണ്. അപ്പോൾ കണിമംഗലം ശാസ്താവും അതുപോലെ തന്നെ മറ്റേ പനമുക്കംപള്ളി ശാസ്താവാണ് 2 മെയിൽ ഗോഡ്. മീശ വെച്ച ദേവദേവങ്ങൾ, മീശ വയ്ക്കലൊക്കെ ക്ലീൻ നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും മീശ വെച്ച 2 തലയുള്ളൂ. പിന്നെ മുഴുവൻ അവിടെ നമ്മളെ പിടിച്ചാൽ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, പിന്നെ ഇവിടെ ചെമ്പൂക്കാവ് ഭഗവതി, പിന്നെ അയ്യന്തോള് ഭഗവതി, പിന്നെ ലാലൂര് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തിലക്കാവ് ഭഗവതി. ഇപ്പോൾ ചെറുപൂരങ്ങളെന്ന് പണ്ട് ചെറുപൂരങ്ങളെന്നും ഇപ്പോൾ ഘടകപൂരങ്ങളെന്നും വിളിച്ചിരുന്ന 6 തലയായി. പിന്നെ പാറമേക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി. ഇങ്ങനെ 8 ഫീമെയിലും 2 മെയിലുമാണ് തൃശ്ശൂർ. ഇത് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ദേവന്മാരുടെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇപ്പോൾ കൊമ്പ് വിളിക്കുന്നുണ്ട്, നല്ലത് വേണ്ടതാണ്. സ്ത്രീകൾ മേളം കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കൊമ്പ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴല് വിളിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി ഇത്തവണ അയ്യന്തോളിനും മറ്റുണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകൾ വരണം, സ്ത്രീകൾ പൂരത്തിൻ്റെ മറ്റ് ആനപ്പുറം കയറൽ മാത്രം സ്ത്രീകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നേ. അപ്പം അതുകൊണ്ട് അവിടെ വന്നാരെങ്കിലും ആനപ്പുറത്ത് കയറി വെഞ്ചാവര വീശുണ്ടോ സ്ത്രീകൾ, അത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വരണം. സാമ്പ്രദായികമായിട്ടുള്ള പ്രയോഗം പൂരത്തിൻ്റെ പുരുഷാരം എന്നാണ്. സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സും വരണം തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ വികസിക്കണമല്ലോ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അംഗീകരിച്ചു തുടങ്ങിയല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് മേളം കൊട്ടാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വരണം എന്ന് പറയുന്നത് പോലെ സ്ത്രീകൾ എല്ലാ മേഖലയിലേക്കും വരുമ്പോൾ പൂരത്തിൻ്റെ ഒരു തുല്യത, പൂരം വാസ്തവത്തിൽ തുല്യതയുടെ ഒരു സാധാരണ എന്താ സംഭവിക്കുക, നമ്മൾ അമ്പലത്തിൽ പോയി ദേവനെ അങ്ങോട്ട് ദർശിക്കുകയാണ്. ഇത് തിരിച്ച ദേവൻ പുറത്തേക്ക് ഇറങ്ങി കാണികളുടെ ഇടയിലേക്ക് വരികയാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. ഉത്സവത്തിന് തന്ത്രശാസ്ത്രപരമായിട്ടും യോഗശാസ്ത്രപരമായിട്ടും വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് അതൊക്കെ പോയി കഴിഞ്ഞാൽ പതഞ്ജല യോഗസൂത്രം, ഷഡാധാര ചക്രം, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ക്ഷേത്രത്തിൽ പോയി അങ്ങോട്ട് ദർശനം നടത്തുന്നതിന് ആണ് സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മൾ ഗുരുവായൂർക്ക് തൊഴാൻ പോവുക, ശബരിമലയ്ക്ക് പോവുക, ചോറ്റാനിക്കരിക്ക് പോവുക. ഇത് ഇങ്ങോട്ട് വരികയാണ്. ദേവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദേവന്. അല്ല, ഞങ്ങളുടെ നാട്ടില്, ഞാൻ തലശ്ശേരി നിന്നാണ്, അവിടെ ഈ മുത്തപ്പന് ഈ ഊര് തണ്ടാൻ പോകുന്ന ഒരു ഇത്. മുത്തപ്പന് ഒരു ദിവസം മൊത്തം, ചെറിയ മുത്തപ്പൻ, വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനുണ്ട്. ഈ ചെറിയ മുത്തപ്പൻ ഒരു ദിവസം മൊത്തം പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സംഭവം അതുണ്ട്. അപ്പൊ മുത്തപ്പന് ഇഷ്ടവിഭവമായിട്ട് അറിയാലോ, കള്ളാണല്ലോ. അപ്പൊ എല്ലാം കൊടുക്കുക. അല്ല, അത് ഇന്ത്യൻ ഭാരതീയ ദർശനം അനുസരിച്ച് ഈ ഈശ്വരൻ അരൂപി തന്നെയാണ്. ഈശ്വരൻ രൂപമില്ല ഇവിടെയാണ്. ഈശ്വരൻ അരൂപിയാണ്. ഈശ്വരന്റെ രൂപം എന്താ വിചാരിക്കുന്നത്, എന്താ അതാ രൂപം. നിങ്ങൾ എൻ്റെ ഗുരുനാഥൻ മഹർഷി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ പറയുന്നത് യത് ഭാവൈതി തദ് ഭാവൈതി. നീ എന്നെ എങ്ങനെ വിചാരിക്കുന്നു, ഞാൻ നിനക്ക് അതുപോലെ ഭവിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ അവതാര സങ്കല്പങ്ങളൊക്കെ നോക്കിയത് വളരെ വ്യക്തമാണ്. ഒരേ നരസിംഹൻ തന്നെ പ്രഹ്ലാദന് രക്ഷകനും ഹിരണ്യകശിപുവിന് അന്തകനുമാണ്. അത് നോട്ടത്തിലെ മാറ്റം. ഒരേ രാമൻ തന്നെ രാവണൻ അന്തകനും വിഭീഷണന് രക്ഷകനുമാണ്. നോട്ടത്തിലെ മാറ്റം. ഒരേ ശീർഷൻ തന്നെ കൗരവന്മാർക്ക് കൗരവന്മാരെന്ന് പറയണ്ട, ശിശുപാലന് അന്തകനും അതുപോലെ തന്നെ അർജുനന് രക്ഷകനും. നോട്ടത്തിലെ മാറ്റം. ഈശ്വരന് മാറ്റില്ല. അപ്പൊ ഈശ്വരനെ എങ്ങനെ വിചാരിക്കുന്നു, ഈശ്വരൻ അങ്ങനെ വരും. മദ്യം കഴിച്ചാൽ മദ്യം കഴിക്കണ ഈശ്വരൻ വരും. കഞ്ചാവ് കൊടുത്താൽ കഞ്ചാവ് കഴിക്കണ ഈശ്വരൻ വരും. ബീഡി കൊടുത്താൽ ബീഡി കഴിക്കണ ഈശ്വരൻ വരും. അതിനൊരു രൂപം കൽപ്പിക്കാൻ പറ്റില്ല. അതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു യഥാർത്ഥ ഭാരതീയന് ഏത് മതത്തിലെ ഈശ്വരനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ല. അപ്പം ആ പ്രിൻസിപ്പിളിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഷനാണ് ദേവൻ എവിടേക്ക് ഇറങ്ങി വരുന്നത്.
ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക. ക്ഷേമം എന്ന് പറയുന്നത് കേവലം ഭൗതിക ക്ഷേമം മാത്രമല്ല, അതിന് വേണ്ട അന്തരീക്ഷം ഒരുങ്ങി. അപ്പോൾ പ്രകൃതി മഴ ഒന്നും മാറിയിട്ട് കണ്ടേ, ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്. അപ്പം ഈ പ്രകൃതിയാണ് ഏറ്റവും വലിയ ഈശ്വരൻ. അത് അനുകൂലിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ശബരിമലയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ശബരിമലയിൽ നീന്തി കിടന്നിട്ട് അവിടെ നൈദ്യം മുടക്കാരിക്കും ഒരാൾ പോയി കഥ. അപ്പൊ ഈ പ്രകൃതി അനുകൂലമാകുമ്പോൾ അതിന്റെ ആ പ്രകൃതിയുടെ സർക്കിളിൽ നിന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കാൻ പറ്റും. ഇത് മുൻകൂട്ടി കണ്ട മനുഷ്യനാണ് ശക്തി തമ്പുരാൻ. പിന്നെ അദ്ദേഹം മത്സരം വെച്ചു പൂരത്തിന്. പൂരത്തിൽ നിന്ന് ലോകം പഠിക്കേണ്ടത് സൗഹൃദ മത്സരം, സ്പോർട്സ്മാൻ സ്പിരിറ്റിന് പകരം പൂര സ്പിരിറ്റാ വേണ്ടേ. കാരണം ഇവിടെ മത്സരം ഉണ്ടെങ്കിലും വൈരാഗ്യമില്ല. തിരുവമ്പാടി പാറമേക്കാവും ചെറുപൂരങ്ങളൊക്കെ തമ്മിൽ ചെറുപൂരം. നന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇപ്പം ഇത് പറഞ്ഞ പോലെ വലിയൊരു ഉത്സവമാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവം. പക്ഷെ എങ്കിൽ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് തകർക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നൊക്കെ അതെന്താ വെച്ചാൽ ഇപ്പൊ ഒരു മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു, മതചിഹ്നങ്ങൾ അനുവദിക്കില്ല. തേട്ടമ്പ എന്ന് പറഞ്ഞ മതചിഹ്നല്ലേ? അതെ ആണ്. അപ്പൊ കൊടിയേറ്റം എന്ന് പറഞ്ഞ മതചിഹ്നം അല്ലേ? അതെ അതെ. അത് ക്ഷേത്രത്തിൽ അത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് സൂക്ഷ്മമായ ചടങ്ങുകളാണ്. അതായത് സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നാണ്. ഗ്രോസ്, സട്ടിൽ, സൂപ്പർ ഫൈൻ. ഈ സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞാൽ മഹർഷിമാരൊക്കെ ശപിച്ചാൽ അത് അവിടെ നടന്നു കഴിഞ്ഞു ഇവിടെ നടക്കാൻ കുറച്ച് സമയം എടുക്കും. അത് പരത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വന്ന് അത് സ്ഥൂലത്തിലേക്ക് വരണം. അപ്പോൾ ക്ഷേത്രത്തിലെ സൂക്ഷ്മരൂപത്തിൽ അങ്കുരാജി, ധ്വജാതി, പടഹാതി 3 ഉത്സവം ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇവിടെ സൂക്ഷ്മരൂപത്തിൽ നടത്തുന്ന ക്രിയകളുടെ സ്ഥൂല രൂപത്തിലുള്ള ആവിഷ്കാരമാണ് എന്ത്? ഉത്സവം, പൂരം. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന 5 ഘടകങ്ങളിൽ, അതായത് ആചാര്യ തപസ അമ്മതായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധി പഞ്ചധാനം. ആചാര്യൻ്റെ തപസ്, തന്ത്രിയുടെ. അമ്മനായ ജപം, വേദം ജപിക്കുക. നിയമങ്ങൾ ക്ഷേത്രത്തിലെ നിയമങ്ങൾ പാലിക്കുക. ആചാര്യ തപസ അമ്മനായ ജപേന നിയമേന ച ഉത്സവേന, ഉത്സവം, അന്നദാനം. ഈ 5 ഘടകങ്ങളെ കൊണ്ട് അത്ര ക്ഷേത്രവൃദ്ധി സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ഉത്സവം ക്ഷേത്രത്തിൻ്റെ വൃദ്ധിക്കും, ക്ഷേത്രത്തെ തട്ടകത്തിൽ, പഴയകാലത്ത് തട്ടകം എന്ന് സങ്കല്പമൊക്കെയുണ്ട്. അപ്പോൾ തട്ടകത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ മതചിഹ്നം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ക്ഷേത്ര ആരാധന ഇല്ലാതെ ഉത്സവമില്ല. ആരാധന ഉണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വെറുതെ എന്താ പറയുക, പാർട്ടി സമ്മേളനം പോലെ പറഞ്ഞു. അതല്ല പാർട്ടി സമ്മേളനമാണല്ലോ. ഇപ്പം നമ്മുടെ മലബാറിലൊക്കെ അറിയാലോ, ചെഗുവേരയുടെ ഫ്ലക്സ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ മറ്റേ അലോഷി വിപ്ലവ ഗീതങ്ങൾ പാടുന്നു. പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ. പാലക്കാട് ഉറൂസിന് എന്താ നടന്നേ? ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പൂരപ്പറമ്പില് നമുക്ക് തുള്ളിച്ചാടാം, അതിന് കുഴപ്പമില്ല. പൂരപ്പറമ്പില് ഗാനമേളയാവാം, ആലോചിക്ക് പാടാം, കുഴപ്പമില്ല. പക്ഷെ അതാണ് ഉത്സവം എന്ന് തെറ്റിദ്ധരിക്കരുത്, അത്രേ ഉള്ളൂ. ഉത്സവത്തിന് അതാവാം. കാരണം പൂരം എന്ന ശബ്ദത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാത്തതെന്ന് അർത്ഥം. പൂരതെറി എന്താ അർത്ഥം? ഒരു നിയന്ത്രണം. പൂരത്തല്ല് എന്ന് പറഞ്ഞാൽ പൂരത്തല്ല്. അതെ, ചിരിയുടെ പൂരം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൊ റെസ്ട്രിക്ഷൻ ഇല്ല. അതെന്താന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ അത് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സം വയ്ക്കുകയും പുറത്തെന്ത് വേണമെങ്കിൽ നടത്താം. കാരണം ക്ഷേത്രത്തിൽ സ്വതവേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡുണ്ട്. ഉത്സവം എല്ലാവർക്കും പ്രവേശിക്കാം. ഉത്സവം കഴിഞ്ഞാൽ പുണ്യമുണ്ട്. അപ്പൊ അത് ആർക്കും പ്രവേശിക്കാം, വളരെ വെൽക്കം. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് ആൾക്കാരെ രാജി നോക്കാൻ പറ്റും. അവിടെ ആ അർത്ഥത്തിൽ അത് ചെയ്യാവുന്നതാണ്. ഗാനമേള സംഘടിപ്പിക്കാം, ആലോചിക്ക് പാടാം, ആർക്കും പാടാം. പിന്നെ വേറെ പാട്ടുകാരൻ ബോബ് ഡൈലൻ, അങ്ങനെ ഒരാളുണ്ട്, ആർക്കും കൂടെ പാടാം. പക്ഷെ അത് ഉത്സവത്തിന് ഇവിടെ അതിനെ മാത്രം സ്ട്രെസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേതിപ്പോ പെരുന്നാളിന് ആൾക്കാർ തുള്ളിച്ചാടില്ലേ? തുള്ളിച്ചാടാം. തുള്ളിച്ചാടാനാണ് എന്ത് പൂരം. പക്ഷെ തുള്ളിച്ചാടൽ മാത്രമാണ് പൂരം എന്ന് അതിന് വെച്ചിട്ട് പറയുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിക്കുന്നത്. ഇത് സൂക്ഷ്മത്തിൽ ക്ഷേത്രത്തിന്റെ ശ്രീലകത്തും കൊടിയേറ്റിലും നടക്കുന്ന സംഘടനകളുടെ സ്ഥൂല ആവിഷ്കാരമാണ്. സ്ഥൂലമാകുമ്പോൾ കഥകളിയിലെ മുദ്രകൾ, അതുപോലെ അത് തന്ത്രമുദ്രകളുടെ സ്ഥൂല ആവിഷ്കാരമാണ്. നേദിക്കുമ്പോൾ മുദ്ര കൊടുക്കുക, അന്നം സമർപ്പയാമി, ജലം സമർപ്പയാമി, ദീപം സമർപ്പയാമി, നാട്യം സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞ് ദേവനെല്ലാം സമർപ്പിക്കും. മനുഷ്യൻ കഴിക്കണമൊക്കെ ആർക്ക് സമർപ്പിക്കുക? ദേവന് സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഭാരതീയ ദർശനം അനുസരിച്ച് ഒരു സൂക്ഷ്മ ദേവതാരൂപമുണ്ട്. അതുകൊണ്ടാണ് അസ്ത്യുത്തരസ്യം ദിശി ദേവതാത്മാ ഹിമാലയോ നാമകാധിരായി എന്ന് കാളിദാസൻ പാടി. ഹിമാലയം എങ്ങനെയാണ് പാർവതിയുടെ അച്ഛനാവുക? പാർവതിന് ഊട്ടിണ്ടാവുക. അതിന് സൂക്ഷ്മ ദേവത സ്വരൂപമുണ്ട്. അതിൻ്റെ സന്തതിയാണ് ആര്? പാർവതി. അതാണ് ഇന്ത്യൻ ദർശനത്തിൻ്റെ പ്രത്യേകത.
ഇതറിയാതെ കണ്ട് മറ്റത് മാത്രമാണ് ഉത്സവം. ജയ വിളിക്കലും തുള്ളിച്ചാട്ടലാണ്, അത് ഉത്സവമാണ്. അവിടെ മാത്രം അവിടെ അത് അറിയാണ്ട് പറയുമ്പോഴാണ് ഈ പരാമർശത്തിന്റെ വിവാദത്തിൽ എന്നിട്ട് പിന്നെ കുറെ ലഹള ഉണ്ടായി, അതിനെ ചൊല്ലി തല്ലുണ്ടായി. ഇത് ക്ലിയർ ചെയ്താൽ സംഗതി ക്ലിയർ ചെയ്തു. നിങ്ങളൊന്ന് നനയ്ക്കുക എവിടെയാ? കടയ്ക്ക ഫലം ഉണ്ടാവും. ഫലം എവിടെ ഉണ്ടാവുക? മാവ് നനച്ചിട്ട് നമ്മൾ പേരിലുള്ള ഫലം ഉണ്ടാവുക എവിടെയാ? തലകല ചീഞ്ഞ ഫലം ഉണ്ടാവും. അതുമാതിരി ഇതൊക്കെ ഉണ്ടാവും. അത് മോശാർത്ഥമല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാവും എന്നർത്ഥം. അപ്പോ ഇങ്ങനെ ഒരു സമന്വയത്തിന്റെ തലം ഭാരതീയ ദർശനത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എവിടെയില്ല. അപ്പൊ ഉത്സവം ഒരിക്കലും പിന്തിരിപ്പനല്ലാതെ ഏറ്റവും മുൻതിരിപ്പൻ ദേവൻ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങണതാണ്. എന്ത് അങ്ങാടിയല്ലേ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങണേ. അപ്പൊ ദേവൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതാണ് എന്ത്? ഉത്സവം. പിന്നെ ആന വേണോ? ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ആനയ്ക്ക് വരെ ആന. അപ്പൊ എന്നെ വലയ്ക്കുന്നത് റോബോട്ടിക് ആന വന്ന് അതിന് പിണ്ടുണ്ടാവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേറെ ബാഹ്യ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. റോബോട്ടിക് ആനയ്ക്ക് പിണ്ടുണ്ടാവില്ല. ആന ചൂര് എന്ന് പറയുന്നത് അതായത് ജൈവ സാധനം പോകും. അത് നല്ലതാണോ ചീത്തയാണോ അത് വേറെ ചർച്ചയ്ക്ക് വിഷയാക്കേണ്ട സംഗതിയാണ്. പക്ഷെ അത് കാലഘട്ടത്തിന്റെ അനുസരിച്ച് അത് വരുന്നുണ്ട്. കഥകളി ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് തീർത്താ പോരാ എല്ലാം മിഥുനെ? നമുക്ക് എല്ലാ തമാശയും ഒരുമിച്ച് വേണ്ട. നമുക്ക് നാളെ ആവാം. മഴ പക്ഷെ കുറയണ്ട. അതെ, നമുക്ക് കുടയില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. മഴ കുറയട്ടെ. മഴ കുറയട്ടെ. അതിന് കൂടൽമാണിക്യം താമരമാലിയാണ്. കൂടൽമാണിക്യം തുണയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോരാ, മതിയോ? അപ്പൊ നാളെ കാണാം. അതെ, സമയ പരിമിതി കാരണം. ഓക്കെ, വളരെയധികം നന്ദി. താങ്ക് യു. ശക്തന്റെ തട്ടകത്തിലെ വടക്കുന്നാഥന്റെ മണ്ണിലെ പൂരം. ആ പൂരത്തിൽ ഉടനീളം ജനം ടി വിയും പങ്കാളി ആവുകയാണ്. നിരവധി പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാർ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു. ഇനി ഏറെക്കുറെ 20 മിനിറ്റ് കൂടിയാണ് ശേഷിക്കുന്നത്. മിഥുൻ, നമ്മുടെ സാനു നെയ്തലക്കാവില് അല്ലേ? നെയ്തലക്കാവിൽ അമ്മ ഇപ്പൊ ഒരുങ്ങായിരിക്കും. കാരണം ഈ സമയത്ത് നെയ്തലക്കാവിലെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അവിടെ ഇങ്ങനെ കോലം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടുത്തെ അതിനവകാശപ്പെട്ടവരെല്ലാം ആ കോലമെല്ലാം ഒരുക്കുന്ന ഒരു തിരക്കിലായിരിക്കും ഇപ്പോഴുണ്ടാകുക. അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ചെമ്പട്ടെടുത്തുകൊണ്ടാണ് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത്. നെയ്തലക്കാവ് നെയ്യും തിലവും നേദിക്കുന്ന അതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. അതായത് എള്ളും നെയ്യുമാണ് അവിടുത്തെ. അങ്ങനെയാണ് നെയ്തലക്കാവ് എന്നുള്ള പേര് വന്നത് എന്നുള്ളതാണ്. നെയ്തലക്കാവ് ഭഗവതിക്കാണ് ഈ പൂര വിളംബരം നടത്താനുള്ള അവകാശമുള്ളത്. മാത്രമല്ല നാളെ ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതിന് വേണ്ടി ഈ തെക്കേ ഗോപുരനട തുറന്നിടുകയാണ് തലേ ദിവസം തന്നെ വന്ന്. അതിനുശേഷം കണിമംഗലം ശാസ്താവ് മുതൽ ബാക്കിയുള്ള 8 ക്ഷേത്രങ്ങളും, അതായത് കണിമംഗലം ശാസ്താവിനൊഴികെ 7 ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ തെക്കേ ഗോപുരനട വഴി പുറത്തിറങ്ങി പോകുന്നതിന് വേണ്ടി നട തുറന്നിടുക എന്നുള്ളതാണ് ഈ പൂരം വിളംബരം നടത്തുന്നത്. പൂരം വിളംബരത്തിന്റെ ചടങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം അവിടുത്തെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി നമ്മുടെ നെയ്തലക്കാവ് ഭഗവതി ഗ്രാമപ്രദക്ഷിണമാണ് ആദ്യം നടത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനല്ലേ സാധാരണ അല്ലേ? ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എന്തായാലും ഇല്ലേ ഇത്തവണയുണ്ട്. ഇത്തവണ രാമൻ വരുന്നുണ്ടല്ലോ. ഉണ്ട്. എനിക്ക് തോന്നുന്നു അയ്യന്തോടിനാണോ ലാലൂരിനാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഇരിക്കാം. ഈ ഘടകപൂരങ്ങളുടെ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നുണ്ട്. ഫിറ്റ്നസ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. ഒരുപക്ഷെ മാത്രമല്ല ഈ തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങ് ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയത് ഒരു സംശയമില്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. നമുക്കറിയാം ഏതാണ്ട് ഒരു 10 വർഷം മുമ്പത്തെ പൂര വിളംബരത്തിന്റെ പത്രങ്ങളിൽ വന്ന ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ നെയ്തലക്കാവ് ക്ഷേത്രത്തിലെ ചില ആളുകൾ മാത്രമേ ആ ചടങ്ങിനുണ്ടാവാറുള്ളൂ. കുറച്ച് ആളുകൾ കുറച്ച് മൊബൈൽ നോക്കി മൊബൈലിൽ ചിത്രമെടുക്കുന്ന ഒരു ചിത്രം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ എന്നാണോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്ന ദിവസം ഉണ്ടായത് അന്ന് മുതൽ ഇവിടെ ജനസാഗരമാണ്. 36 മണിക്കൂറിൻ്റെ ഒരു വലിയ ഉത്സവമാണ് പൂരം എന്നാണ് പറയുക, ഒരു ഇവൻ്റാണ് പൂരം എന്നാണ് പറയുക. പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത് ജനകീയമാക്കിയതിന് ശേഷം 48 മണിക്കൂറിൻ്റെ ഉത്സവമായി മാറി എന്നുള്ളതാണ്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വിലക്കുള്ള ഒരു വർഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ
തിടമ്പേൽക്കണം എന്നുള്ളതും ഈ തെക്കേ നട തുറക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഒരു പൂർണ്ണത വരൂ എന്നുള്ളതിന്റെ പുറത്ത് നമുക്കൊന്ന് സാനുവിലോട്ട് പോയി വരാം. തീർച്ചയായിട്ടും യെസ്, എന്തായാലും സാനു കാത്തിരിക്കുകയാണ്. നെയ്തലക്കാവിൽ നിന്ന് സാനു ചേരുന്നു. സാനു, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? മഴയുണ്ടോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടെ നിന്ന് ഇറങ്ങുന്നത് വൈകുമോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിനുള്ള പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് മഴയൊക്കെ ഉണ്ട്, ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധി നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നെയ്തലക്കാവിൽ നിന്ന് ശിവപുരിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്. എന്തായാലും ആ പുറപ്പെടുന്ന, അതായത് പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി നെയ്തലക്കാവിലമ്മ ശിവപുരിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തുകയാണ്. നെയ്തലക്കാവിലമ്മ ഇന്ന് ശിവപുരിയിലെത്തി തെക്കേ ഗോപുരം നട തുറന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുന്നാഥൻ അഭിമുഖമായിട്ട് നിന്ന് അടിയന്തരമാരാർ 3 തവണ ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് ആ ഒരു തുടക്കമാകുന്നത്. തുടർന്ന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു താളമേള വർണ്ണ പൂരത്തിന് തുടക്കമാകും. എന്തായാലും ക്ഷേത്രത്തിന് പുറത്തേക്ക്, അതായത് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥനിലേക്ക് ശിവപുരിയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരികയാണ്. ശിവപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറിൽ ആണ് നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റുന്നത്. ആ തിടം പേറ്റിക്കൊണ്ട് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടുകൂടിയാണ് ശിവപുരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികളുണ്ട്. മഴയുണ്ട്. ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട്, ആ ഒരു തടസ്സങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ പൂരവിളംബരം നടത്താൻ വേണ്ടി, അതായത് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് പൂരവിളംബരം നടത്താൻ വേണ്ടി നെയ്തലക്കാവിൽ നിന്നും ഭഗവതി ശിവപുരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഘോഷയാത്രയായി ശിവപുരിയിലേക്ക് ഭക്തർ നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ശിവപുരിയിൽ എത്തിയതിനു ശേഷം തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടുകൂടിയാണ് ഈ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് കേളികൊട്ടുണരുന്നത്. വലിയൊരു ആവേശം, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉണ്ടായ ഒരു ആവേശം ഈ നെയ്തലക്കാവിലമ്മ ഈ ശിവപുരിയിലേക്കുള്ള യാത്രയിലും ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നൂറുകണക്കിന് വിശ്വാസികൾ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകുന്നു. മഴയുണ്ട്. അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതേപോലെ ആർ ബിന്ദു അടക്കമുള്ളവർ, ജില്ലാ കളക്ടർ, അതേപോലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പ്രമുഖർ ഈ ഒരു ഘോഷയാത്ര, അതായത് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് തീർത്ഥാടകർ ശിവപുരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പൂരത്തിന്
പൂരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഈ ഒരു ആവേശ പൂരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിന്റെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നെത്തുന്ന അതായത് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ വിശ്വാസികളുടെ വീട്ടുമുറ്റങ്ങളിലടക്കം വിളക്ക് അടക്കം തെളിച്ച് ഈ നെയ്തലക്കാവിലമ്മയെ സ്വീകരിക്കുന്നത്. ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ തുടർന്നാണ് തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നത്. തെക്കേ ഗോപുര നട തുറന്നതിന് ശേഷം ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് ഈ പൂരവിളംബരം ആവുന്നത്. തുടർന്നാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൂരത്തിന് തുടക്കമാവുന്നത്. എന്തായാലും നൂറുകണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര, ആ ഘോഷയാത്രയെ വീടുകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് സ്വീകരിക്കുന്ന വിശ്വാസികൾ, അങ്ങനെ വലിയൊരു കാഴ്ച, വലിയൊരു താളമേളക്കൊഴുപ്പിൽ ആവേശത്തിൽ നെയ്തലക്കാവിലമ്മ ശിവപുരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ചാറ്റൽ മഴയേറ്റ പുത്തൻ പുലരി, ശക്തന്റെ തട്ടകത്തിൽ വടക്കുന്നാഥന്റെ മണ്ണിൽ പുത്തൻ പുലരി. മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, എന്തായാലും നെയ്തലക്കാവിലമ്മ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് എത്ര സമയം എടുക്കും ഇവിടെ? ഒരു 11 മണിക്ക് മുമ്പ് ഈ വടക്കുന്നാഥിന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അവിടെ നായ്ക്കനാലിൽ നിന്ന് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് വരുന്നത് നാദസ്വരവുമായിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ എത്തിക്ക് ആദ്യ പാണ്ടി മുഴങ്ങുന്നത്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പൂരത്തിൻ്റെ, തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ പാണ്ടി മുഴങ്ങുന്നത് നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പോട് കൂടിയാണ്. അവിടെ ത്രിപുട കൊട്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ മേളത്തിന് ശേഷം അവിടെ നിലപാട് തറയുണ്ട്. ആ നിലപാട് തറയിൽ കയറി നിന്ന് 3 തവണ ശംഖനാദം മുഴക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പൂര വിളംബരമാകുന്നത്. അതിനുശേഷം ഈ തെക്കേ ഗോപുരം അകത്ത് നിന്ന് പുറത്തേക്ക് തള്ളി തുറന്ന് പൂരം വിളംബരം ഘോഷം ചെയ്യുക എന്നുള്ളതാണ് നെയ്തലക്കാവമ്മയുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചെമ്പട്ടണിഞ്ഞ നെയ്തലക്കാവമ്മ ദേശ പര്യടനമാണ്, അതായത് ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ആ നെയ്തലക്കാവമ്മയുടെ ആ ഒരു എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്, ഗ്രാമപ്രദക്ഷിണം എന്ന് പറയുന്നത് അതിമനോഹരമാണ്. തീർത്തും ഗ്രാമാന്തരീക്ഷത്തിലാണ്, വയലും അതുപോലെ തന്നെ ആ ഗ്രാമത്തിലൂടെ ആ നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഗ്രാമ പാതകളിലെല്ലാം തന്നെ പറയും നിലവിളക്കും എല്ലാമായി ആ നാട്ടുകാരെല്ലാം ആ ദേവിയെ സ്വീകരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട്. കുട്ടികളും അമ്മമാരും എല്ലാം ഈ പാതയോരങ്ങളിലെല്ലാം തൊഴുകയോടുകൂടി നെയ്തലക്കാവമ്മയെ കാത്തിരിക്കുന്നുണ്ടാവും. പറയുമ്പോൾ ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കും. അതെ അതെ. അതിനുശേഷം ഇവിടെ എത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രിപുട കൊട്ടി ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയും ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറന്നിടുക എന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഇനി പ്രേക്ഷകർക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ. 12 മണിയോടുകൂടി തന്നെ ആ ചടങ്ങ് നടക്കും. അപ്പോഴത്തേക്കും ഈ മഴയെല്ലാം ഒന്ന് മാറി ചെറിയ ചൂടെല്ലാം തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ വലിയ ജനസാഗരം തന്നെ ഈ തെക്കേ ഗോപുര നടയിൽ, ഒരുപക്ഷെ കുടമാറ്റത്തിന് സമാനമായ ജനസാഗരം തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് തണുപ്പിച്ച് വിട്ടിരിക്കുകയാണ് അതിനെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ ഒരു നെയ്തലക്കാവ് ഭഗവതിയുടെ ഒരു എഴുന്നള്ളിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഇന്നത്തെ ദിവസം മറ്റ് ചടങ്ങുകളൊന്നും തന്നെ, പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. നാളെ പൂരത്തിൻ്റെ ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്. നാളെ അതിരാവിലെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് മഞ്ഞും വെയിലുമേൽക്കാതെ ഇവിടേക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി മടങ്ങണമെന്നുള്ളതാണ് ചിട്ട. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിയോടുകൂടി തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. 7 മണിക്ക് മുമ്പ് തന്നെ 7:30 തന്നെ എല്ലാ മേളങ്ങളും കൊട്ടി അവസാനിച്ചതിന് ശേഷം കണിമംഗലം ശാസ്താവ് മടങ്ങിപ്പോകുമെന്നുള്ളതാണ്. അതിനുശേഷം മറ്റു ഭഗവതിമാർ, അതുപോലെ തന്നെ മറ്റു ഭഗവാൻ അവരെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവരുടെ അതിവിശാലമായിട്ടുള്ള ഘടകക്ഷേത്രങ്ങളുടെ ഉത്സവം നടക്കും. അവിടെ പ്രമുഖരായിട്ടുള്ള ഗജവീരന്മാരുണ്ടാകും, മേളപ്രമാണികന്മാരുണ്ടാകും. അവരെല്ലാം ആ ഘടകപൂരങ്ങളെ മറ്റ് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ പൂരത്തിന് കിടപിടിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ക്ഷേത്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കടക്കുകയാണ് പിന്നീട്. ഒപ്പം തന്നെ രാവിലെ
തിരുവമ്പാടി ഭഗവതിയുടെ പൂരത്തിനുള്ള ഒരു പുറപ്പാടുണ്ട്. അതായത് വടത്തിലേക്കുള്ള പുറപ്പാടാണ്. മഠത്തിൽ വെച്ചിട്ടാണ് മഠത്തിൽ വരവ് ആരംഭിക്കുന്നത്. അവിടെ മഠത്തിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിനെയാണ് മഠത്തിൽ വരവ് എന്ന് പറയുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് മഠം വരെയുള്ള ഒരു എഴുന്നള്ളിപ്പുണ്ട്. ആ എഴുന്നള്ളിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. നേരത്തെ നമ്മൾ അതിഥികളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് പരിഷ്കരിച്ചിട്ടുള്ള പഞ്ചവാദ്യത്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. അവിടുത്തെ മഠത്തിൽ വരവ് നടക്കുന്നത് ഒരു ആൽച്ചുവട്ടിലാണ്. ആ ആലിലകളടക്കം പഞ്ചവാദ്യത്തിൻ്റെ തിമിലയ്ക്കൊപ്പം ഇങ്ങനെ തുള്ളുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഈ പൂരപ്രേമികളുടെ സിരകളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന കാഴ്ചയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനുണ്ടാവുക. മഠത്തിൽ വരവ് പഞ്ചവാദ്യം അവിടെ അവസാനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആ തുടരുന്നതോടുകൂടി തന്നെ അവിടെ പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാടാണ്. അത് സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള പാറമേക്കാവ് ഭഗവതിയെ അപ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവിടെ നിന്ന് 15 ആനപ്പുറത്തുള്ള ഭഗവതിയുടെ അതിമനോഹരമായിട്ടുള്ള എഴുന്നള്ളിപ്പ്. എനിക്ക് തോന്നുന്നു ഈ പൂരത്തിന് എഴുന്നള്ളുന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള എഴുന്നള്ളിപ്പ് പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാടാണ് എന്നുള്ളതാണ്. ഈ 15 ആനകൾ ഇങ്ങനെ അവിടെ നിരക്കുകയും അവിടെ നിന്ന് ചെമ്പട കൊട്ടുന്ന ഒരു പെരുക്കമുണ്ട്. അത് അതിമനോഹരമായിട്ടുള്ള ഒരു പെരുക്കമാണ്. അതെ, ചെമ്പട കൊട്ടി ഒരു ചെറുകുടമാറ്റത്തോടു കൂടിയാണ് ആ പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാട് നടക്കുക എന്നുള്ളതാണ്. ചെറുകുടമാറ്റത്തോടു കൂടി ഇങ്ങനെ നടക്കും. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പറയും അതുപോലെ തന്നെ മറ്റ് ആചാരപരമായിട്ടുള്ള എല്ലാം നൽകി സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടവഴി അവർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ഇലഞ്ഞിച്ചുവട്ടിലേക്ക് എത്തുന്നതോടുകൂടി ആ ഭാവം, ആ ചെമ്പടയുടെ ഒരു രൗദ്രഭാവം അല്പം കൂടി അതിമനോഹരമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. കിഴക്കൂട്ട് അനിയന്മാരാണ് ഇലഞ്ഞിത്തറ മേളത്തിന് പ്രാമാണിത്യം വഹിക്കുന്നത്. 300-ൽ പരം കലാകാരന്മാരിങ്ങനെ മേളം ഇങ്ങനെ ഇലഞ്ഞിത്തറ മേളം കൊട്ടുക എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ലോകത്തെന്നുമില്ലാത്ത കൈകൾ അതെ, ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത, ഒരുപക്ഷെ അനുകരിച്ചാൽ പോലും തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അത്രയും മുന്നേ എത്തുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കില്ല ഇലഞ്ഞിത്തറ മേളം. കാരണം മറ്റെവിടെയും അനുകരിക്കാൻ സാധ്യമല്ല. അത് വടക്കനാഥൻ്റെ തിരുമുറ്റത്തെ ഇലഞ്ഞ ചുവട്ടിൽ ഇലഞ്ഞി ഈ സമയമാകുമ്പോഴേക്കും ഈ ചൂടൊക്കെ ഉള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പൂത്തിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും എല്ലാം ഇപ്പൊ പറയണ്ട. വൈകുന്നേരം 5 മണി നിർത്താൻ കഴിയില്ല. അതെ, 5 മണി തൊട്ട് 6 മണി വരെ നമുക്ക് പ്രത്യേക ഷോ ഉണ്ട് ജനം ടിവിയുടെ. ഇന്നലെയാണ് ഞങ്ങൾ സമഗ്ര കവറേജുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മിഥുൻ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. രോമാഞ്ചം. അതെ, അതെ, അല്പം ബാക്കി വെക്കാം. യെസ്, അപ്പോൾ അത് നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ് ഞങ്ങൾ മാത്രമല്ല ജനം ടിവിയുടെ പ്രേക്ഷകർ. എന്തായാലും വളരെയധികം സന്തോഷം വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും പൂരം ആസ്വദിക്കുക ജനം ടിവിയോടൊപ്പം. നന്ദി, നമസ്തേ.